وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ നമ്മുടെ വേദിയിൽ ആസനസ്ഥനായ ജാമിയ യമാനിയയുടെ കേന്ദ്ര കമ്മിറ്റി കാര്യദർശിയും ബഹുമാന്യ സഹപ്രവർത്തകനുമായ കുട്ടിയസൻ ദാരിമി, അഭിനന്ദനായ ബോക്രം ശ്രീയാർ, ബഹുമാന്യനായ മൊയ്തു ഹാജി, സുപ്പി ഹാജി തുടങ്ങിയ ഉമറാക്കൾ, ഈ മഹത്തായ സ്ഥാപനത്തിന്റെ അഭിനന്ദനായ സാരഥി ആർ.വി. അബ്ബാസ് ദാരിമി, സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ ഗുരുവര്യന്മാർ, ഈ സ്ഥാപനത്തിലെ സന്തതികളായി ഇന്നിവിടെ നിന്നും സമൂഹമധ്യത്തിലേക്ക് ഹാഫിദുകളായി പുറപ്പെടുന്ന ബഹുമാനപ്പെട്ട ഹാഫിദീങ്ങൾ, സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നല്ലവരായ ദീനീ തൽപരരായ വിദ്യാർത്ഥികൾ, അവരോട് സഹകരിക്കുന്നതിന്റെ ഭാരവാഹികൾ, ഈ മജ്ലിസിൽ ഒത്തുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ട കാരണവന്മാർ, യുവാക്കൾ, സഹോദരിമാർ, അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. ഈ മഹിതമായ സ്ഥാപനത്തെ ഇന്നോളം സഹായിച്ചവർ, സഹകരിച്ചവർ, ഇതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിലകൊണ്ടവർ, നമ്മുടെ ഈ വിദ്യാർത്ഥികളെ എല്ലാ അർത്ഥത്തിലും അളവിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ തുടങ്ങി നല്ലവരായ എല്ലാ ദീനീ സഹകാരികൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ട് വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നും സമൂഹത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള ഉയർന്ന വിദ്യ നേടിയ നല്ലവരായ ദീനീ പ്രബോധകന്മാരെ വളർത്തിയെടുക്കുവാൻ പടച്ച റബ്ബ് നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരുമാറാവട്ടെ. 7 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു നീണ്ട കാലഘട്ടത്തിന്റെ വളർച്ച വളരെ പെട്ടെന്ന് ആവാഹിച്ചെടുത്ത ഒരു സ്ഥാപനമാണ് തൂവക്കുന്ന് യമാനിയുടെ ബ്രാഞ്ച് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കെട്ടിട സൗകര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ഭൗതിക സൗകര്യങ്ങളുമൊക്കെ ഉദാരമതികളായ സഹോദരീ സഹോദരങ്ങളുടെ നന്മ നിറഞ്ഞ കൈകളാൽ നിങ്ങൾക്ക് ലഭ്യമാവുകയും ഈ നാട് ഈ സ്ഥാപനത്തെ നെഞ്ചേറ്റുകയും ചെയ്തിരിക്കുന്നു എന്നതിന്റെ വളരെ വ്യക്തമായ തെളിവാണ് ഓരോ ലക്ഷങ്ങളായി ഓരോ സുഹൃത്തുക്കൾ വാഗ്ദാനം ചെയ്ത ചിത്രം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത്. ആ തരത്തിൽ നിങ്ങൾ ഇതിനെ സ്നേഹിക്കുകയും ഇതിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ വിദ്യാഭ്യാസ സമുച്ചയമായി നമ്മുടെ നാടിന് തന്നെ എന്നും ഓർക്കത്തക്ക വിധത്തിലുള്ള മഹിതമായ ഒരു സ്ഥാപനമായി നമുക്കിതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർവോപരി ഈ സ്ഥാപനം അറിയപ്പെടുന്നത് നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്ന കേരളീയ മുസ്ലിം ഉമ്മത്തിന് മറക്കാൻ കഴിയാത്ത ഇമാമുൽ ഉമ്മ ശംസുൽ ഉലമായുടെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ നാമധേയത്തിലാണ്. മഹാന്മാരുടെ നാമം കൊണ്ട് തന്നെ ഇതിനെ ജനസമൂഹം ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പൈതൃകമാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ചില ഭവന നിർമ്മാണ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് നടത്തിയപ്പോൾ ജനസമൂഹം അത് നെഞ്ചേറ്റിയതുപോലെ മഹാനായ ശൈഖുന ശംസുൽ ഉലമായുടെ പേരിൽ എവിടെ എന്തൊക്കെ തുടങ്ങിയോ ആ മഹാനുഭാവന്റെ ശിഷ്യഗണങ്ങൾ അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ വളരെ തൽപരതയോടുകൂടിയാണ് ആളുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രചാരണത്തിനും പ്രവർത്തനങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും ഒപ്പം നിന്നത്. അവരൊക്കെ ഇത് കണ്ട് സന്തോഷിക്കുകയും ആത്മീയമായി ഇപ്പോഴും നമ്മളെ തർബിയത്ത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. മഹാനായ ശംസുൽ ഉലമ നമ്മുടെ ഭൗതിക ലോകത്തുനിന്ന് മാറിയെങ്കിലും
ബർസഖിയായ ലോകത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ നോക്കിക്കാണുകയും ഇതിനെയൊക്കെ ആത്മീയമായി ബഹുമാനപ്പെട്ടവർ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് വരക്കല മക്കാമുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു സത്യമാണ്. നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അപ്പോൾ ബോധനം നൽകാൻ അദ്ദേഹം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നൊരു തിരിച്ചറിവാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഉണ്ടാകേണ്ടത്. ഞാൻ എന്റെ മനസ്സിൽ തൊട്ട് പറയുന്നു, നിങ്ങൾ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ആവശ്യമായ സംഭാവനകൾ നൽകുകയും ചെയ്താൽ ആ സൽക്കർമ്മം മുൻനിർത്തി നിങ്ങൾ മഹാനായ ശൈഖുനായ തവസ്സുൽ ചെയ്ത് പടച്ച റബ്ബിനോടൊരു കാര്യം പറഞ്ഞാൽ നിസ്സംശയം നിങ്ങൾക്കത് പൂർത്തീകൃതമാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ആ തരത്തിൽ നമ്മെ നയിച്ച, ആ തരത്തിൽ അദ്ദേഹം നമുക്ക് ഉൾക്കാഴ്ച നൽകിയ ഒരു വലിയ ജീവിതമാണ് കുറഞ്ഞ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ നമുക്കിവിടെ കാഴ്ചവെച്ച് തന്നിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാന്റെ പാത പിന്തുടർന്നുകൊണ്ട് ദീനീ ദഅവത്ത് നടത്താൻ നമുക്കും ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്കുമൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്നും ഇപ്പോൾ പഠിച്ച് പുറത്തിറങ്ങുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിക്കൊണ്ടാണ് കടന്നു വരുന്നത്. അതിന്റെ സവിശേഷതയും അതിന്റെ പ്രത്യേകതയും ഒക്കെയാണല്ലോ ഇവിടെ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർക്ക് പടച്ചറബ് കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അല്ലെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ വിശുദ്ധ ഖുർആനാകുന്ന കാലഘട്ടത്തിന് മാറ്റിത്തിരുത്താൻ കഴിയാത്ത ആ വിശുദ്ധ വചനങ്ങൾ, അത് വെറുതെ നമ്മൾ ഓതുകയാണെങ്കിൽ പോലും അതിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും ഏറ്റവും പുണ്യമുള്ള ഒരു പ്രവർത്തനമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഭൂമിയിൽ നമ്മൾ നോക്കി നിന്നാൽ കൂലി കിട്ടുന്ന സാധനങ്ങൾ ആകെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ അതിപ്രധാനമായി പറഞ്ഞ ഒന്നാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബാലയവും മാതാപിതാക്കളുടെ മുഖവും പണ്ഡിതന്മാരുടെ മുഖവും കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി എടുത്തുധരിച്ച അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വചനത്തിൽ ഉൾപ്പെട്ട നോക്കി നിന്നാൽ മാത്രം കൂലി കിട്ടുന്ന ഒരു സംഗതിയാണ് പരിശുദ്ധ ഖുർആൻ. ഒരാൾക്ക് ഓതാൻ അറിയില്ലെങ്കിൽ പോലും, വിശുദ്ധ ഖുർആൻ ഓതാൻ ആ വ്യക്തിക്ക് അറിയില്ലെങ്കിൽ പോലും വെറുതെ അതിലേക്കൊന്നിങ്ങനെ നോക്കിയിരുന്നാൽ കൂലി കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ പരിശുദ്ധ ഖുർആനുമായി ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ട് ആ വിശുദ്ധ ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുവാനും ആലിമാകുവാനും അതോടൊപ്പം തന്നെ ഹാഫിളാകുവാനും ഒരുപോലെ അവസരമുണ്ടാവുക എന്ന് പറയുമ്പോൾ, അറിഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പണ്ഡിതൻ ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ, ആ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം കേവലം ജനങ്ങൾക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് ഓതിക്കൊടുക്കാൻ മാത്രമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാനും അവന്റെ മനസ്സിനെ ശുചീകരിക്കുവാനുമുള്ള ഏറ്റവും മനോഹരമായ ഒരു മാർഗമാണത്. ഖുർആൻ ഹിഫ്ളുള്ള ഒരു കൽബിൽ ഒരിക്കലും ഭൗതികതയുടെ തുരുമ്പ് കയറുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിഅമത്താ കൊടുക്കുന്നത്. അല്ലാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞെന്താണ്? അല്ലാഹുവിൽ നിന്ന് നൂറ്, അല്ലാഹുവിന്റെ പ്രകാശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. മാത്രമല്ല അത് നിങ്ങൾ ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ ഖുർആനെ പരിചയപ്പെടുത്തി ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, അത് ഹൃദയങ്ങൾക്ക് മുഴുവനും സമാധാനമാണ് എന്നാണ്. മനുഷ്യന്റെ മനസ്സ് ഉയർന്നു വരുന്ന എല്ലാത്തരം ടെൻഷനുകൾക്കും സമാധാനമാണത്. മാനവന്റെ മനസ്സിനെ തണുപ്പിക്കുന്ന, അവന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആന്റെ ആശയ ഗാംഭീര്യം ഒരിക്കലും ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനോ ഉൾക്കൊള്ളാവുന്നതല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ അതേക്കുറിച്ച് പറഞ്ഞില്ലേ? ലോ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് നമ്മൾ ഇറക്കിയിരുന്നുവെങ്കിൽ അഥവാ ഖുർആനെ ഭയപ്പെട്ടുകൊണ്ട് അതിങ്ങനെ കിടുകിടാ വിറക്കുമായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ കയറി നിൽക്കുമ്പോൾ ആ പർവ്വതത്തിന്റെ മുകളിൽ നമുക്കറിയാവുന്ന ജബലുൻ നൂറിന്റെ ഉച്ചിയിലുള്ള ഇറാ ഗുഹയിൽ ഇഖ്റ എന്ന സൂറത്ത് കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് നബി തങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഓതിക്കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർക്ക് പോലും ഒരു പരിഭ്രാന്തി വന്നുപോയി. ലോകത്തെ ഏറ്റവും ശക്തമായ മനസ്സുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പോലും ഒന്ന് പതറി. താഴെ ഇറങ്ങി വന്നുകൊണ്ട് തന്റെ ഭാര്യയെ തേടി പഠിച്ചുകൊണ്ട് സമ്മിലൂനിയ ഖദീജ ഖവ്വഫനി എന്നെ ആരോപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയതമയെ തേടിപ്പോയ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ നമ്മൾ കാണുന്ന എന്താ? വിശുദ്ധ ഖുർആന്റെ ഒരു ആശയ ഗാംഭീര്യം അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ തീർച്ചയായും സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മൾ കാണുന്നത് പോലെ, നമ്മൾ കേൾക്കുന്നത് പോലെ ലാഘവബുദ്ധിയായി കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ഒരു ഉസൂൽ, അത് വ്യാഖ്യാനിക്കാൻ അതിൻ്റെതായ ചില തത്വസംഹിതകൾ, അതനുസരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമേ
എന്താണോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മാനവ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. ഖുർആൻ ഓരോരുത്തരും അവന്റെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടതല്ല. അങ്ങനെ വ്യാഖ്യാനിക്കാൻ സമൂഹത്തിന് ആള് വന്നപ്പോഴാണ് വയതഖയ്യറൂ ഫീമാ അൻസലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ പരിശുദ്ധ ഖുർആനിൽ ഓരോരുത്തരും തങ്ങളുടെ താല്പര്യമനുസരിച്ചുകൊണ്ട് അർത്ഥം വെക്കുവാനും വ്യാഖ്യാനിക്കുവാനും തുടങ്ങിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിൽ തമ്മിലടി ഉണ്ടാക്കിയത്. ജഅലല്ലാഹു ബഅസഹും ബൈനഹും എന്ന് പറഞ്ഞില്ലേ? ഈ സമൂഹം ഭിന്നിച്ചതും ഈ സമൂഹം തമ്മിലടിച്ചതും എന്തുകൊണ്ടാ? നമുക്കൊരു കലാമല്ലേ ഉള്ളൂ, ഒരു പരിശുദ്ധ പ്രവാചകനല്ലേ ഉള്ളൂ, ഒരു അല്ലാഹുവിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ എവിടെയാ മുസ്ലിം ഉമ്മത്തിന് പാളിച്ച പറ്റിപ്പോയത്? എവിടെയാണ് ലോകത്തെ മുസ്ലിം ഉമ്മത്ത് ഭിന്നച്ചേരികളായി പോയത്? ഈ സമൂഹം ഭിന്നച്ചേരികളായി പോയതും തമ്മിലടിച്ചതുമൊക്കെ ഒറ്റ കാരണം കൊണ്ടാ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും അതിന്റെ വ്യാഖ്യാനമാകുന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പ്രഖ്യാപനങ്ങളും അത് നേരാവണ്ണം ഉൾക്കൊള്ളുന്നതിന് പകരം ഓരോരുത്തരും സ്വതാല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ചു. തൻവീകരായ പണ്ഡിതന്മാർ എങ്ങനെയാണ് പരിശുദ്ധ ദീനെ വ്യാഖ്യാനിച്ചത്, അതുപോലെ വിശുദ്ധ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ആളുകൾ വേണം. അതാണ് ഇത്തരം സ്ഥാപനത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ പ്രത്യേകത. നമ്മുടെ സമൂഹത്തിൽ ഓരോത്തിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സമൂഹത്തിന് പരിഷ്കരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ യോഗ്യരായ ആളുകൾ വന്നിട്ടുണ്ട്. നൂറ്റാണ്ട് 10 ആളുകൾ പിന്നിടുമ്പോഴും നമ്മൾ കാണുന്നു ഓരോ നൂറ്റാണ്ടിനും ഓരോ മുജദ്ദിദീങ്ങളെ പരിശുദ്ധ ദീൻ അയച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അയച്ച മുജദ്ദിദീങ്ങളുടെ കൂട്ടത്തിൽ 2 കാലഘട്ടത്തിലെ പ്രഗൽഭരിൽ നിന്ന് ഇൽമു പഠിച്ച മഹത്തുക്കളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട സദസ്സരെ സഹോദരീ സഹോദരങ്ങൾ മനസ്സിലാക്കണം. 9-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി ചരിത്രം രേഖപ്പെടുത്തിയ ഇമാം സുബ്കി തങ്ങൾ മനോഹരമായി തവക്കാത്തിൽ രേഖപ്പെടുത്തിയ 9-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാകുന്ന ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി തങ്ങൾ, സക്കരിയ അൻസാരി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ടാണ് മഖദൂം തങ്ങൾ ആദ്യമായി വിദേശത്ത് പോയി പഠിച്ചു വന്ന് ഇവിടെ ഒരു ദർസ് ആരംഭിക്കുന്നത്. 10-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി അറിയപ്പെടുന്ന മഹാനായ ഷെയ്ഖ് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ, ആ മഹാനുഭാവന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട 2ാമത്തെ മഖദൂം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ എന്ന് പറയുന്ന ചോമ്പാൽ കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ, പൊന്നാനിയിലും കുഞ്ഞിപ്പള്ളിയിലും അന്ത്യവിശ്രമം കൊള്ളുന്ന 2 മഖദൂമുമാർ. ആ 2 മഖദൂമുമാരാണ് നമ്മുടെ കൊച്ചു കേരളക്കരയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ പാകത്തക്ക വിധത്തിലുള്ള മനോഹരമായ 2 ദർസുകൾ സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തിന് നേതൃത്വം കൊടുത്തത്. ആ 2 മഹത്തുക്കളെ കുറിച്ച് പഠിച്ചു നോക്ക്. പാരമ്പര്യം അതുപോലെ കൊണ്ട് നടക്കുന്നതിന് വേണ്ടി നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സമൂഹത്തിൽ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു. ആ സേവന പ്രവർത്തനങ്ങളുടെ ഒരു കണ്ണി തന്നെയായിരുന്നു സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഭാഗമായി നടന്ന പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ഇത്തരം സ്ഥാപനങ്ങളും ഇത്തരം പള്ളി ദർസുകളും. നമ്മുടെ പഴയകാല ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും ഈ മുസ്ലിം ഉമ്മത്തിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി, നമ്മുടെ പൈതൃക സമ്പത്ത് ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള മജ്‌ലിസുകളും അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളും നമ്മുടെ പൂർവിക മഹത്തുക്കൾ നമുക്ക് നേതൃത്വം നൽകി ഉണ്ടാക്കി കാണിച്ചു തന്നത്. ഇന്ന് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും ഒന്ന് ചേർന്ന് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികളെ ഇതുപോലത്തെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി നമ്മൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നാളെ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്യാൻ കെൽപ്പുള്ള ഒരു തലമുറ ഇവിടെ വാർത്തെടുക്കപ്പെടും. അതാണ് സ്ഥാപനത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഹാഫിദീങ്ങളെ കുറിച്ചും ഖുർആനെ കുറിച്ചും ഒരുപാട് കാര്യം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. നമ്മുടെ ഇത്തരം സ്ഥാപനവും അതുപോലെ കേരളത്തിന്റെ ഇത്തരം പൈതൃകവും നമുക്ക് സമ്മാനിച്ച ഈ ചൈതന്യധന്യമായ അന്തരീക്ഷത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും പ്രസക്തമാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കടമ, അധർമ്മത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സമൂഹത്തെ ധർമ്മത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരേണ്ട കടമ നമുക്കുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നല്ല കേൾപ്പും പ്രാഗൽഭ്യവുമുള്ള കുട്ടികളാണ് വേണ്ടത്. നമുക്കറിയാമല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ആരെയാണ് വിശുദ്ധ ഖുർആൻ എഴുതാൻ ഏൽപ്പിച്ചത്? ഭൂമുഖത്തേക്ക് ആദ്യമായി പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനുമായി വരുമ്പോ അത് രേഖപ്പെടുത്തി വെക്കുന്നതിന് വേണ്ടി ആദ്യമായി ചുമതലപ്പെടുത്തിയത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ആ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് പരിശുദ്ധ പ്രവാചകർ പ്രവചിച്ചത്. ആ കുഞ്ഞിന്റെ ഉമ്മ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് പരിശുദ്ധ പ്രവാചകർക്ക് മുമ്പിൽ സമർപ്പണം ചെയ്യുന്നു. നേരത്തെ തന്നെ ആ കുഞ്ഞിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ബദറിന്റെ രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ സ്വഹാബത്തിനെ പടക്ക് അണിനിർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം ജനങ്ങളിങ്ങനെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ആളുകളെ മുഴുവൻ യുദ്ധസന്നാഹങ്ങളോടുകൂടി അള്ളാഹുവിന്റെ തിരുദൂതരുടെ കൂടെ ഇസ്ലാമിന്റെ ആദ്യത്തെ പടപ്പുറപ്പാടായ ബദറിന് പോകുന്നതിന് വേണ്ടി ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമൂ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രതിരോധിക്കാൻ അവസരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി മുസ്ലിം നടത്തുന്ന യുദ്ധമാണ് ബദർ. ആ ബദർ യുദ്ധത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുമ്പോ സൊഫിന്റെ മുമ്പിലേക്ക് ഒരു കൊച്ചുകുട്ടി കടന്നു വരുന്ന ചിത്രം താരീഖിന്റെ കിതാബിലുണ്ട്. ആ കുട്ടിയെ പിന്നീട് നമ്മൾ കാണുന്നു ചരിത്രത്തിൽ
ആ കുഞ്ഞ് സൊഫിന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നു, ജുഇൽതു ഫിദാക യാ റസൂലല്ലാഹ്. ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞ വാചകമാണത്, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ, ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇന്നി ഉഹിബ്ബു അൻ ഉജാഹിദ മഅക തഅത റഅതിക അലാ അദാഇല്ലാഹ്. അല്ലാഹുവിന്റെ ശത്രുക്കൾക്കെതിരെ അങ്ങയുടെ കൊടിത്തണലിൽ സമരസജ്ജനായി വരാൻ ഞാൻ തയ്യാറാണ് നബിയെ. ജുഇൽതു ഫിദാക യാ റസൂലല്ലാഹ്. നബിയെ, എന്റെ ജീവിതം തന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നബിയെ. ആ കുഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ നോക്കി ആ കുഞ്ഞിനെ. ചരിത്രകാരന്മാർ മനോഹരമായി എഴുതിലം യുത്തിമ്മ ഥലാഥത അശറത മിൻ ഉംഹി അഖ്ബല മിന സുഫൂഫി ഉലാമുൻ സഗീറൻ ലം യുത്തിമ്മ ഥലാഥത അശറത മിൻ ഉംരിഹി. 13 വയസ്സ് പൂർത്തിയാക്കാത്തൊരു കുട്ടിയാണ് നേരെ സൊഫിന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് വാക്ക് പറഞ്ഞത്. പരിശുദ്ധ പ്രവാചകർ ആ കുഞ്ഞിന്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് സമരത്തിന് സമയമായിട്ടില്ലല്ലോ. നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരസജ്ജനായി പോകാൻ മാത്രം പ്രായമുള്ളവനല്ലല്ലോ. ആ വാചകൻ നബിത്തങ്ങൾ പറഞ്ഞപ്പോ കുട്ടി നിരാശനായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് തിരിച്ചു നടക്കുന്ന രംഗമുണ്ട് താരീഖിൽ. ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അതാ ചരിത്രകാരന്മാർ പറയുന്നു, വഫീ യദിഹി സൈഫുൻ യുസാഫിഹി ഫിത്തൂൽ. വഫീ യദിഹി, ആ കുഞ്ഞിന്റെ കയ്യിലുണ്ട് സൈഫുൻ, വാള്, യുസാഫിഹി ഫിത്തൂൽ, അവനോളം നീളമുള്ള ഒരു വാള്. ആ കുഞ്ഞിനോളം നീളമുള്ളൊരു വാളും പിടിച്ചുകൊണ്ട് 13-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി പടപൊരുതാൻ വന്ന കുട്ടി. ആ കുട്ടിയാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. അത്രമാത്രം ദീനിൽ താല്പര്യമുള്ള, അത്രമാത്രം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള കൊച്ചുകുട്ടി. ആ കുട്ടി പിതാവിന്റെ മരണാനന്തരം ഉമ്മ കൈപിടിച്ച് കൊണ്ടുവന്നുകൊണ്ട് നബി തങ്ങളുടെ മജ്‌ലിസിലാക്കുന്നു. അല്ലാഹുവിന്റെ തിരുദൂതർ കൊണ്ടുവന്നുകൊണ്ട് മജ്‌ലിസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉമ്മ പറയുന്നു, ഈ കുട്ടി പരിശുദ്ധ ഖുർആനിലെ കുറച്ച് ആയത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, സൂറകൾ ഈ കുട്ടി മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, ബാക്കി അവൻ ഇവിടെ നിന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പ്രവാചക മുമ്പിലേക്ക് ആ പ്രിയപ്പെട്ട ഉമ്മ തന്റെ കുഞ്ഞിനെ കൈപിടിച്ച് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗമുണ്ട് താരീഖിൽ. നബിത്തങ്ങൾ കൃത്യമായി ചെയ്ത പണി എന്താണ്? ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് അവന്റെ ബുദ്ധിശക്തി പരിശോധിക്കുന്നു നബിത്തങ്ങൾ. നല്ല ബുദ്ധിയുണ്ടെന്ന് ബോധ്യപ്പെട്ട്, നല്ല തന്റെ ഇടമുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നബിത്തങ്ങൾ ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, തഅല്ലം ലീ ലുഅത്തൽ ഇബ്രാനിയ, നീ എനിക്ക് വേണ്ടി ഹിബ്രു ഭാഷ പഠിക്കണം. നല്ല തന്റെ ഇടമുള്ള കുട്ടിയെ കൊണ്ട് നബിത്തങ്ങൾ ചെയ്യിച്ച ആദ്യത്തെ പണി ഹിബ്രു ഭാഷ പഠിപ്പിച്ചു. ഹിബ്രു ഭാഷ എന്നാൽ അന്നത്തെ ജൂത ഭാഷയാണ്. ജൂതന്മാർ അന്ന് മുസ്ലിങ്ങൾക്ക് കത്തയക്കും, സന്ദേശം കൊടുക്കും. നബിത്തങ്ങൾ ആ സന്ദേശം ഒരു ജൂതനെ വിളിച്ചുകൊണ്ട് വായിക്കും. തിരിച്ചങ്ങോട്ട് സന്ദേശം കൊടുക്കണമെങ്കിലും ഒരു ജൂതൻ വേണം. കാരണം എന്തുകൊണ്ട്? ദ്വിഭാഷയില്ലാതെ ഈ കാര്യം നിർവഹിക്കാനാവില്ല. ആർക്കും ജൂതന്റെ ഭാഷ അറിയില്ല. പേർഷ്യൻ സാമ്രാജ്യം എന്ന ജൂതന്മാരുടെ വശത്താണ്, റോമ ക്രിസ്ത്യാനികളുടെ കയ്യിലും. ആ രണ്ടിന്റെയും ഭാഷ, റോമന്റെ ഭാഷയാകുന്ന സുറിയാനി ഭാഷയും പേർഷ്യയുടെ ഭാഷയാകുന്ന ആ കാലഘട്ടത്തിലെ ഹിബ്രു ഭാഷ, ഇബ്രാനി ഭാഷയും, രണ്ടും വശമില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ ഈ കുട്ടിയെ അതിനുപയോഗിച്ചുകൊണ്ട് കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞെ, നീ പോയിട്ട് ഇബ്രാനി ഭാഷ പഠിച്ചു വാ. ഹിബ്രു ഭാഷ മനോഹരമായിട്ട് ആ കുട്ടി പഠിച്ചു വന്നു. ആ മനോഹരമായ ഹിബ്രു ഭാഷ 15 ദിവസം കൊണ്ട് കുട്ടി മനോഹരമായിട്ട് പഠിച്ചു. അങ്ങനെ മനോഹരമായി കുട്ടി പഠിച്ചിട്ട് ആ മനോഹര ഭാഷ പഠിച്ചതിന്റെ ശേഷം നബി തങ്ങൾ പറഞ്ഞു, മോനെ, നീ സുറിയാനി ഭാഷയും പഠിക്കണം കേട്ടോ. ആ കുട്ടി പോയി സുറിയാനി ഭാഷയും പഠിച്ചു. അപ്പോൾ ആ 2 ഭാഷയും കുട്ടിക്ക് പഠിക്കാൻ കെൽപ്പുണ്ടെന്ന് നബി തങ്ങൾ ബോധ്യപ്പെട്ടപ്പോ ദ്വിഭാഷയായി ഒരാൾ വേണം എന്ന ഒറ്റ കാരണത്താൽ അറബി ഭാഷയും അതുപോലെ തന്നെ ഹിബ്രു ഭാഷയും അതുപോലെ തന്നെ സുറിയാനി ഭാഷയും ഒക്കെ അറിയുന്ന നല്ല ഭാഷാ ജ്ഞാനമുള്ള ഒരു കുട്ടി വേണമെന്നൊരു ചിന്ത നബി തങ്ങളുടെ മുമ്പിലുണ്ടായി. അങ്ങനെ ഈ ഭാഷകളൊക്കെ അറിയുന്ന ഒരു കുട്ടിയെ സെയ്ദ് ഇബ്നു സാബിത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ കണ്ടു. അതൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ ആ കുട്ടിയെ ശരിക്ക് പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു. എന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കെ നബി തങ്ങൾ വിശുദ്ധ ഖുർആൻ വഹി ഇറങ്ങുമ്പോൾ എഴുതാൻ ചുമതലപ്പെടുത്തി. അപ്പോൾ ആ കുട്ടിയെ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ തിരിച്ചുവിട്ട ഒരു മാർഗം നോക്ക് നിങ്ങൾ. ഇവിടെ ഈ വേദങ്ങളുടെ ഏതാനും കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കാൻ ഈ നാട്ടുകാർ തയ്യാറായില്ലേ? 15ഓളം കുട്ടികളെന്ന് പറഞ്ഞു. ഭാഗ്യവാന്മാരാണ് അവർ. കാരണം ആ കുട്ടികൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചു കഴിഞ്ഞ് പിന്നീട് ഈ സ്ഥാപനത്തിൽ യഥാവിധി എല്ലാ കോഴ്സുകളും കൊടുക്കുന്നുണ്ട്. 12 വർഷക്കാലത്തെ കോഴ്സിൽ ഈ കുട്ടിയോടെ പഠിക്കുന്ന എല്ലാ ഭാഷകളും വിശുദ്ധ ഖുർആനും തദനുസൃതം എല്ലാ തരത്തിലുള്ള ആധുനിക വിദ്യാഭ്യാസത്തോടൊപ്പമുള്ള മതവിദ്യാഭ്യാസം, നല്ല പാണ്ഡിത്യം, കിതാബിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള മനോഹരമായ അറബി കോളേജായി ഇത്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ കൊടുത്ത പോലെ ആ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു, നമ്മളിവിടെ ഹാഫിദുകൾ മുന്നിലുള്ളതുകൊണ്ട് ഞാൻ പറയട്ടെ, ഖുർആൻ എഴുതാൻ ചുമതലപ്പെടുത്തപ്പെട്ട വ്യക്തിയായി പോയി.
എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ ആളുകൾ എത്രത്തോളം ബഹുമാനിച്ചു, എത്ര ആദരം. കുഞ്ഞുങ്ങൾ ഇവിടുന്ന് ഒച്ചുണ്ടാക്കല്ലേ, എത്ര വലിയ ആദരവാ കൊടുത്തത്, എന്ത് വലിയ ആദരവാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ കൊടുത്തത്, അതുപോലെ തന്നെ സ്വഹാബ കൊടുത്തത്. ചരിത്രത്തിൽ വളരെ മനോഹരമായി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മജ്ലിസിൽ പ്രഗത്ഭരായ സ്വഹാബത്തുണ്ട്, വലിയ വലിയ പ്രാഗൽഭ്യമുള്ള ആളുകളുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ കുറിച്ച് ചരിത്രം പറയുന്നത് റഈസുൽ മുഫസ്സിരീന, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എഴുതുന്ന മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പെരുമാറിയത്, എന്താണ് ആ പെരുമാറ്റത്തിന്റെ അടിത്തറ. ഹാഫിദീങ്ങളോട് അഥവാ ഖുർആൻ കൈകാര്യം ചെയ്യുന്നവരോട് നമുക്കുണ്ടാകേണ്ട മതിപ്പ് അവിടെ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യപ്പെട്ട മജ്ലിസ്, ആ മജ്ലിസിൽ പലപ്പോഴും അവർ പല ചർച്ചകളും നടത്തും. ആ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കെ അതിനുശേഷം ആ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ആളുകൾ ഇറങ്ങിപ്പോകും. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മജ്ലിസിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഒരിക്കൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മജ്ലിസിൽ നിന്നും ഇറങ്ങുന്ന പ്രത്യേക സന്ദർഭം. ആ സന്ദർഭത്തിൽ അതാ ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അങ്ങ് ഇറങ്ങി വരുമ്പോൾ മഹാനവറുകൾക്ക് കയറുവാനുള്ള വാഹനം, അന്നത്തെ വാഹനം ഒട്ടകമാണല്ലോ പ്രധാന വാഹനം. ആ ഒട്ടകത്തിന്റെ പുറത്തേക്ക് ബഹുമാനപ്പെട്ടവർക്ക് സുസജ്ജമായി കയറാവുന്ന വിധം വളരെ മനോഹരമായി ആ ഒട്ടകത്തിന്റെ ജീനി പിടിച്ചു കൊടുത്തുകൊണ്ട് അതിന്റെ ഇരിപ്പിടമൊക്കെ ഒന്ന് ശരിപ്പെടുത്തി കൊടുത്തുകൊണ്ട് ആ ഒട്ടകത്തിന്മേൽ അദ്ദേഹത്തിന് കയറാൻ പാകത്തിൽ ഒരു ഖാദിമിനെ പോലെ ഇങ്ങനെ നിന്നുകൊടുക്കുന്ന വ്യക്തി ആരാണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പിതൃവ്യപുത്രൻ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഞെട്ടിപ്പോയി. നമ്മളൊക്കെ മഹാന്മാരായ ഉസ്താദുമാർക്ക്, മഹാന്മാരായ സയ്യിദുമാർക്ക് കാറിലേക്ക് കയറുന്നതിന് വേണ്ടി കാറിന്റെ ഡോറ് തുറന്ന് പിടിച്ചു കൊടുത്തുകൊണ്ട് ഖിദ്മത്ത് ചെയ്യുന്നൊരു സ്വഭാവമുണ്ടല്ലോ. സമ്മേളനങ്ങളിലൊക്കെ അവർ വരുമ്പോൾ അവരെ നമ്മളങ്ങനെ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് സൽക്കരിച്ച് സ്വീകരിച്ചയക്കാറുണ്ട്. എന്നതുപോലെ ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന് ഈ വാഹനത്തിന്റെ പുറത്ത് കയറുന്നതിന് വേണ്ടി സകല സംവിധാനങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ആളാരാ? ഒരുപക്ഷെ അദ്ദേഹത്തെക്കാളും ഉന്നതനായ ഒരു മനുഷ്യൻ സയ്യിദ്. എന്തുകൊണ്ട് ആ സയ്യിദ് ആ കർമ്മം നിർവഹിക്കാൻ തയ്യാറായി? ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ദഅൻക ഇബ്നു അമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദയവ് ചെയ്ത് നിങ്ങളൊന്ന് മാറി നിൽക്കണേ. നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പിതൃവ്യപുത്രനല്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യേണ്ട മനുഷ്യനല്ലല്ലോ, ദയവ് ചെയ്ത് നിങ്ങളൊന്ന് മാറി നിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ഒരഭ്യർത്ഥനാ രൂപത്തിൽ അങ്ങനെ പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്. ഹാക്കദാ ഉമിർനാ അൻ നഫ്അല ബിഉലമാഇനാ, ഹാക്കദാ ഉമിർനാ അൻ നഫ്അല ബിഉലമാഇനാ, ആലിമീങ്ങളോട് ഇങ്ങനെ ചെയ്യണമെന്നാണ് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ ഇദ്ദേഹത്തിലെ ആലിം എന്ന് പറഞ്ഞ പദവിയിൽ അദ്ദേഹം കണ്ട സ്ഥാനം എന്താണ്? വിശുദ്ധ ഖുർആൻ എഴുതാൻ ചുമതലപ്പെടുത്തി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അദ്ദേഹം പാഠമാക്കി. വിശുദ്ധ ഖുർആൻ പാഠമാക്കിയ ഒരാൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, അതിന്റെ മഹത്വം നോക്ക് നിങ്ങൾ. സയ്യിദായ ഇബ്നു അബ്ബാസ് തങ്ങൾ പോലും ഖിദ്മത്തിന് തയ്യാറായി നിൽക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ കലാം ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങാൻ നബി തങ്ങൾ ചുമതലപ്പെടുത്തിയത് ഇദ്ദേഹത്തെയാണല്ലോ. ആ ഒരു ആദരവ്, ആ ഒരു ബഹുമാനം, കലാമിനോടുള്ള ആദരവ് ഈ മനുഷ്യനോട് പ്രകടമാക്കുന്നു. പക്ഷേ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അത്ര ബോധം അദ്ദേഹത്തിനുള്ളതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറഞ്ഞപ്പോൾ പരിധി വിട്ട് പൊങ്ങിയില്ലെന്ന് മാത്രമല്ല, ഒരു സയ്യിദാണ് തനിക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് എന്നതുകൊണ്ട്, ഞാനിപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എഴുതാൻ ചുമതലപ്പെടുത്തപ്പെട്ട വ്യക്തിയായതുകൊണ്ട് മാത്രമാണല്ലോ എനിക്ക് അദ്ദേഹം പോലും ഖിദ്മത്തിന്റെ മനസ്സുമായി എന്റെ വാഹനത്തെ സജ്ജമാക്കി നിർത്തുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടി തിരിച്ചങ്ങോട്ടും ബഹുമാനിച്ചു. അദ്ദേഹം ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ ആ കയ്യൊന്നും ഇങ്ങോട്ട് നീട്ടിത്തരുമോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ കയ്യങ്ങ് നീട്ടിക്കൊടുത്തു. കൈ നീട്ടിക്കൊടുക്കുമ്പോൾ ചരിത്രകാരന്മാര് പറയുന്നു, സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ആകുന്ന ഖുർആൻ പഠിച്ച ആ കുട്ടി, വിശുദ്ധ ഖുർആൻ എഴുതാൻ ചുമതലപ്പെടുത്തപ്പെട്ട ആ കുട്ടി ആ കയ്യങ്ങോട്ട് പിടിക്കുന്നു. മാല അലൈഹാ വഖബ്ബലഹാ, ചരിത്രകാരന്മാർ മനോഹരമായി എഴുതി, വമാല അലൈഹാ വഖബ്ബലഹാ, ആ കൈയിലേക്ക് അങ്ങ് ചാഞ്ഞിട്ട്, ആ കൈയിലേക്ക് അങ്ങ് ചെരിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ആ കൈയങ്ങ് പിടിച്ചുകൊണ്ട് തുരുതുരാ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യാനാണ് ഞങ്ങളും ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അവ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിച്ച് ആദരിക്കുന്ന മനോഹരമായ കാഴ്ച ചരിത്രത്തിലുണ്ട്. ഞാൻ ഈ സംഭവം പറയാൻ കാരണം ഹാഫിദീങ്ങളുടെ മഹത്വം ഓർക്കുന്നതിന് വേണ്ടിയാ. വിശുദ്ധ ഖുർആൻ എഴുതാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിക്ക് ബഹുമാനപ്പെട്ട വലിയൊരു പണ്ഡിതൻ, വലിയൊരു ആലിമ്, ഖുർആന്റെ തഫ്സീർ എഴുതി മഹാനായ മഹാൻ,
ആ മഹാനുഭാവന് കൊടുത്ത ആദരവും അംഗീകാരവും എത്രയുണ്ട് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാ. ഇതാണ് വിശുദ്ധ ഖുർആന്റെ അവസ്ഥ. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക്, വിശുദ്ധ ഖുർആന് ആഴത്തിൽ പഠിച്ച ഒരു വ്യക്തിക്ക്, ഖുർആൻ മനസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ കടമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹാഫിദീങ്ങളെ പൂർവ്വകാലം മുതലേ നമ്മുടെ സമൂഹം വളരെ ആദരവോടെ കാണും. വലിയ വലിയ പണ്ഡിതന്മാരിൽ പലരും ഹാഫിദീങ്ങളായിട്ട് അറിയപ്പെട്ടവരാ. വിശുദ്ധ ഖുർആൻ മനപ്പാടം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിലേക്ക് തങ്ങൾ കൊച്ചുപ്രായത്തിലെ ഖുർആൻ മനപ്പാടമാക്കിയല്ലോ. ഇൽമിന്റെ ഭാഗത്തേക്ക് അവർ കടന്നു വന്നിട്ടുള്ളത് ഖുർആനിലൂടെ തന്നെയാണ്. അങ്ങനെ വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കാൻ ഒരു കേന്ദ്രം നമ്മൾ സൃഷ്ടിക്കുക എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ പൂർവ്വകാല പൈതൃകത്തിൽപ്പെട്ടതാണ്. ആ ഹിഫ്ളാക്കുക എന്നതുകൊണ്ട് കേവലം അവിടെ ഹിഫ്ളാവുക മാത്രമല്ല, ശരിക്കും അതിന്റെ ലഹനനുസരിച്ചുകൊണ്ട്, ശൈലി അനുസരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതാനുള്ള ഒരു പാഠവും കൂടിയാണ് ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ തന്നെ പറഞ്ഞില്ലേ, എത്രയോ ഓത്തുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വൽ ഖുർആൻ യൽഅനുഹു, ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ടാകും, ഒരുപാട് ഉമ്മമാരുണ്ടാവും. നമ്മിൽ പലരും ഏറ്റവും ചുരുങ്ങിയത് പരിശുദ്ധ റമദാനിനെങ്കിലും ഖുർആൻ പാരായണം ചെയ്യും. പക്ഷെ നിങ്ങളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ എങ്ങനെ ഓതണം എന്നതിന് വളരെ വ്യക്തമായ ഒരു ശൈലിയുണ്ട്. ഈ ഖുർആന്റെ ശൈലി അതിന്റെ രീതി പഠിച്ചെങ്കിലേ പറ്റൂ. ചില അക്ഷരങ്ങളൊക്കെ എഴുതുന്ന പോലെയല്ല വായിക്കുക. അലിഫ് ലാം മീം എന്ന് എഴുതിയിട്ട് അലിഫും ലാമും മീമും എഴുതിയിട്ട് അത് അങ്ങനെയാ വായിക്കേണ്ടതെന്ന് ആർക്കറിയാം? അതങ്ങനെ തന്നെ കൃത്യമായി ഈ പൂർവീകരിലൂടെ നമ്മൾ ഓരോരുത്തരിൽ നിന്നും കേട്ട് പഠിച്ചുകൊണ്ട് അതിന്റെ ശൈലി അനുസരിച്ചുകൊണ്ട് അത് ഉദ്ധരിച്ചെങ്കിൽ മാത്രമേ അത് ബോധ്യമാകൂ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ ശരിക്കും ഹിസ്ബ് അറിയാവുന്ന, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ശൈലി അറിയാവുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ഒരു അല്പസമയം ഖുർആൻ ഓതി നോക്കട്ടെ. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നതിൽ എന്തൊക്കെ പാളിച്ചകൾ എന്ന് ആ നിമിഷം നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ പഠിച്ചതിൽ പാളിച്ചകളുണ്ടെങ്കിൽ ആ പാളിച്ച തന്നെ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ കൂലിയല്ല കിട്ടുന്നത്, മറിച്ച് ഓരോ അക്ഷരത്തിനും പടച്ചറബിൽ നിന്ന് ശിക്ഷയാണ് ലഭിക്കുന്നത്. നേരെ മറിച്ച് മര്യാദക്കാണെങ്കിലോ ഓരോ അക്ഷരത്തിന് 1ന് 10 നമുക്ക് ഗുണം പടച്ചറബ് രേഖപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തരത്തിൽ ഖുർആൻ ഓതാൻ ഹാഫിദീങ്ങൾ ഓതുമ്പോൾ നമുക്ക് കഴിയും. ഇത് തലമുറകളായി ഇവിടെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നൊരു കടമയും കർത്തവ്യത്തില് ആ കടമ നമ്മൾ നിർവഹിച്ചേ പറ്റൂ. ഒന്ന്, അത് ഈ സ്ഥാപനം വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ സുവർണാവസരം ശരിക്കും ഉപയോഗം നമ്മുടെ മക്കൾ അതിന് തയ്യാറാക്കണം. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ദീനീ ദഅവത്ത് ഏറ്റവും നന്നായി നിർവഹിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാലിക യുഗമെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും നമ്മുടെ കുട്ടികളും സമൂഹവും സമുദായവും ഒക്കെ ദീനിൽ നിന്ന് അകന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാലത്താണ്. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേശപ്പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ എന്താവട്ടെ, ആ ചർച്ചകൾക്കൊക്കെയും പരിഹാരമായി 14 നൂറ്റാണ്ട് മുമ്പ് ഈ സമൂഹത്തിന് ബോധനം നൽകിയ അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബോധനം കൊണ്ട് നമുക്ക് കഴിയും. ഇന്ന് നമ്മുടെ മേശപ്പുറത്തുള്ള ചർച്ച എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്ക്. 2013 അവസാനിച്ചപ്പോൾ നമ്മുടെ നാടും നഗരവും ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം എന്താ? നമ്മുടെ പത്രഗോളങ്ങളിൽ 2013 ഡിസംബർ അവസാനം 31-ാം തീയതി ചില പത്രങ്ങളിൽ വന്ന വാർത്തയും നിങ്ങൾ വായിച്ചോ? ആ കൊല്ലത്തിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ കുറിച്ച് അവർ എഴുതിയിരുന്നു. ആ കൊല്ലം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അവർ എഴുതിയിരുന്നു. എന്തായിരുന്നു ആ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട? ഏറ്റവും പ്രധാനമായി 2013 അവസാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രധാന വിഷയത്തിൽ ഒന്ന്, കൊച്ചു കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ക്രൂരതകളെ കുറിച്ചായിരുന്നു. ചെറിയ കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതകൾ. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ മാതാപിതാ ബന്ധവും കൗടുംബിക ബന്ധവും തകർന്ന അവസ്ഥ നമ്മളൊക്കെ പത്രദ്വാര നന്നായി വായിച്ചു. ഒരു കുട്ടിയെ പീഡിപ്പിച്ച വാർത്തയായിരുന്നു ആ കൊല്ലത്തിന്റെ അവസാനത്തിൽ ഏറ്റവും കൂടുതൽ പത്രത്തിൽ തലക്കെട്ടായി സ്ഥാനം പിടിച്ചത്. ഷഫീഖ് എന്നൊരു കൊച്ചുകുട്ടിയെ ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം. ഷഫീഖ് എന്നൊരു കൊച്ചുകുട്ടിയെ സ്വന്തം മാതാവും പിതാവും പീഡിപ്പിച്ചുകൊണ്ട് കൊല്ലാക്കൊല ചെയ്ത് ആശുപത്രിയിലാക്കിയ വാർത്തയാണ് പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ജ്വലിച്ചു നിന്നത്. ആ ഒരൊറ്റ സംഭവം തന്നെ എടുത്തു നോക്ക് നിങ്ങൾ. എന്നതുപോലെ കുട്ടികളെ വഴിയിൽ ഉപേക്ഷിക്കുന്ന അവസ്ഥ. പെൺകുഞ്ഞ് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ ഉപേക്ഷിച്ച് പോയിരുന്നത് പോലെ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. ഈ അവസ്ഥാവിശേഷം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത് ഒന്ന് പുറകോട്ട് പോയി നോക്ക് നിങ്ങൾ. 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കേണ്ടത് എന്ന് പരിശുദ്ധ പ്രവാചക ജീവിതം പഠിപ്പിച്ചു.
ഉപ്പയെ എങ്ങനെ സ്നേഹിക്കണം, ഉമ്മയെ എങ്ങനെ സ്നേഹിക്കണം, ഉപ്പയും ഉമ്മയും കുഞ്ഞിനെ എങ്ങനെ സ്നേഹിക്കണം. ഇവിടെ നിങ്ങളെന്റെ വളരെ ചെറിയ ഈ ഉദാഹരണം നോക്ക്. നിങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതരുടെ കാലഘട്ടത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ അനുഭവം. ഇന്ന് ഷഫീഖിനെ ഉമ്മയും ഉപ്പയും പീഡിപ്പിച്ചുവെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളോട് കരുണയില്ലാത്ത വിഷയം വലിയ ചർച്ചാ വിഷയമായി എങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ. ഹാരിതത്തിന്റെ മകൻ സെയ്ദ് എന്ന് പറയുന്ന കൊച്ചുകുട്ടി, ഹാരിതത്ത് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ഭാര്യയാകുന്ന സുഅദ എന്ന് പറയുന്ന പെണ്ണ്, ഇവർ രണ്ടുപേരുടെയും ദാമ്പത്യത്തിൽ ഒരു കൊച്ചുകുട്ടി പിറക്കും. ആ കുഞ്ഞിന്റെ പേരാണ് ചരിത്രത്തിലെ ഏറെ അറിയപ്പെടുന്ന സെയ്ദ് എന്ന കുട്ടി. ആ സെയ്ദ് എന്ന കുട്ടിയോട് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ കാണിച്ച സ്നേഹത്തിന്റെ മാഹാത്മ്യം ചരിത്രം എത്രത്തോളം പ്രാധാന്യത്തോടെ ഉദ്ധരിച്ചു. ഈ സെയ്ദിന്റെ കുടുംബം, അത് ഹാരിസത്തിന്റെ കുടുംബം കെൽബ് ഗോത്രമാണ്. ആ പ്രദേശത്തെ ഏറ്റവും പ്രബലമായ ഗോത്രം. ഉമ്മയുടെ ഗോത്രം ബനൂമഇൻ. ബനൂമഇനാകുന്ന ഉമ്മയുടെ ഗോത്രത്തിൽ ഒരു സൽക്കാരം. അപ്പോൾ സൽക്കാരത്തിന് വേണ്ടി തന്റെ കുടുംബത്തിലേക്ക് യാത്ര പോയി കുഞ്ഞിനെയും കൊണ്ട് ഈ ഭാര്യ തന്റെ കുടുംബത്തിലേക്ക് സന്ദർശനത്തിന് പോകുമ്പോൾ ചരിത്രകാരന്മാർ വ്യത്യസ്ത രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായ പ്രകാരം വഴിക്ക് വെച്ചൊരു കൊള്ളസംഘം ഇവരെ ആക്രമിച്ചു. ആ കൊള്ളസംഘം ആക്രമിച്ചപ്പോൾ സുഅദയെ വെറുതെ വിട്ടു, കുഞ്ഞിനെ അവർ തട്ടിക്കൊണ്ടുപോയി. ആ കാലഘട്ടത്തിൽ അങ്ങനെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന പ്രവണത വളരെ വർദ്ധിച്ച കാലമാണ്. കാരണം അങ്ങനെ കുട്ടികളെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് അവരെ വിൽപ്പന ചരക്കാക്കി അടിമകളാക്കി വെക്കും. അത് ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ട ഈ സ്നേഹമെന്ന വിഷയത്തെക്കുറിച്ച് നബി തങ്ങൾ കാണിച്ച മാതൃകയെക്കുറിച്ചാണ്. വിശുദ്ധ റബീഉൽ അവ്വലും കൂടിയാണ്. മാത്രമല്ല നബിത്തന്നെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ മുറ്റത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ എന്റെ സദസ്സിലുള്ള സഹോദരീ സഹോദരങ്ങൾ ഓർക്കണം. ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുപോയതോടുകൂടി സുഅദ എന്ന് പറയുന്ന പെണ്ണ് തീരാ ദുഃഖത്തിലായി. അവൾ തന്റെ ഭർത്താവിന്റെ സമീപത്തേക്ക് മടങ്ങി വന്നു. കരഞ്ഞുകൊണ്ട് ഭർത്താവിനോട് സംഭവം വിശദീകരിച്ചു. അയാളാണെങ്കിൽ അതിനേക്കാൾ വലിയ ദുഃഖത്തിന്റെ സാഗരത്തിലായി. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കുഞ്ഞിനെ കാണാനില്ലല്ലോ. ഈ കുഞ്ഞിനെ നട്ടപ്പെട്ട ദുഃഖഭാരം താങ്ങാൻ കഴിയാതെ അയാൾ വിഷമിച്ചു നിൽക്കുമ്പോൾ കുഞ്ഞിനെയാണെങ്കിൽ ഈ കൊള്ളസംഘം കൊണ്ടുപോയി തലമുറ പല അങ്ങാടികളിലൂടെ പല ആളുകളുടെ കൈമാറി ഉക്കാദില ചന്തയിലെത്തിച്ചു. ഒരു വിൽപ്പന ചരക്കായി ഉക്കാദില ചന്തയിലെത്തി. കൈമാറി ഉക്കാദില ചന്തയിലേക്ക് അവർ വിറ്റു. ചന്തയിൽ കൊണ്ടുപോയി കുട്ടിയെ വിൽക്കാൻ വെച്ചു. ഈ വിവരം കഴപറിയുന്നില്ല, ഈ കെൽബ് ഗോത്രം അറിയുന്നില്ല. കെൽബ് ഗോത്രക്കാർ പ്രബലരാണ്. അവരെവിടെയൊക്കെ തെരഞ്ഞു നോക്കി, അന്വേഷിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ അവർ അന്വേഷിച്ചു, കണ്ടുപിടിക്കാൻ നോക്കി, സാധ്യമായില്ല. അന്വേഷണത്തിന്റെ ഒടുവിൽ ഇയാൾ നിരാശനായി. ഈ പാവപ്പെട്ട ഈ കുഞ്ഞിന്റെ പിതാവാകുന്ന ഹാരിഥത്ത് വളരെ നിരാശനായി. കാണുന്നവരോട് മുഴുവൻ അയാൾ തന്റെ കുറിച്ച് കരഞ്ഞുകൊണ്ട് പറയും. അയാൾ ദുഃഖസാഗരത്തിലായി എന്ന് മാത്രമല്ല അകാരം നരബാധിച്ചു. മാത്രമല്ല ആ മനുഷ്യനെ കുറിച്ച് താരീഖിന്റെ കിതാബിൽ കാണാം, അയാൾക്കൊരുതരം മാനസിക വിഭ്രാന്തി പോലും വന്നു. കാണുന്നവരോട് മുഴുവൻ അയാൾ തന്റെ കുഞ്ഞിനെ കുറിച്ച് ചോദിക്കും. പ്രഭാതമാകുമ്പോൾ അയാൾ ആരെങ്കിലും കാഫില സംഘം പുറപ്പെടുന്നുണ്ടോ നോക്കിയിട്ട് അവരെ ചെന്ന് പറയും, എന്റെ കുഞ്ഞിനെ നിങ്ങൾ അന്വേഷിക്കണേ. വൈകുന്നേരമാകുമ്പോൾ ആരെങ്കിലും മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവരെ സമീപിച്ചുകൊണ്ട് ചോദിക്കും, നിങ്ങൾ എന്റെ കുഞ്ഞിനെ കണ്ടോ? അങ്ങനെ അയാൾ ശോകഗാനം പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അയാൾ ഇങ്ങനെ പാടും, ബക്കൈതു വലാ സൈദിൻ വലം അദ്രി മാ ഫഅൽ അഹയ്യും ഫതുർജാ അമ്മ തഅദൂനഹുൽ അജൽ. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പാട്ട് പാടുകയാണ്. എന്റെ കുഞ്ഞിനെ നിങ്ങൾ കണ്ടോ? എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ? ഏത് മനുഷ്യനെ കണ്ടാലും അയാൾക്ക് ചോദിക്കാനുള്ള ദയനീയമായ ചോദ്യം അതാണ്. തുദക്കീറുനീ ഹിശ്റു ഇൻദാ തുലൂഇഹാ വതഅരീദു ദിക്റാഹു ഇദാ ഉർബുഹാ അഫൽ. ആ മനുഷ്യൻ പ്രഭാതമാർ തന്റെ കുഞ്ഞിനെ ഓർക്കുഞ്ഞാണ് പറയുന്നു. പ്രഭാതം പൊതിച്ചുയരുമ്പോൾ, സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എനിക്ക് കുഞ്ഞിനെ ഓർമ്മ വരും. തുദക്കീറുനീ ഹിശ്ശംസു ഇൻദാ തുലൂഇഹാ വതഅരീദു ദിക്റാഹു ഉർബുഹാ അഫൽ. സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയത്തും എനിക്ക് എന്റെ കുഞ്ഞിനെ ഓർമ്മ വരും. എവിടെയാണ് എന്റെ കുട്ടി? കരഞ്ഞു കരങ്ങിയ കണ്ണുമായി കാണുന്നവരോടൊക്കെ ചോദിച്ചുകൊണ്ട് മനുഷ്യന്റെ തീരാ ദുഃഖത്തിന്റെ കഥ നോക്കണേ. അവസാനം അയാൾ ലക്ഷ്യബോധമില്ലാതെ നടന്ന് കുഞ്ഞിനെ കാണാതെ ജീവച്ഛവമായി വീട്ടിൽ ഒതുങ്ങിപ്പോയി. ആ മനുഷ്യനെ കണ്ടവർക്കൊക്കെ കരച്ചിന് വരുന്നമാർ. ആ മനുഷ്യൻ വളരെ പ്രയാസത്തിലാണ്, ടെൻഷനിലാണ്. അപ്പോഴാണ് അയാളുടെ നാട്ടിൽ നിന്നും ഒരു പ്രതിനിധി സംഘം ആ കച്ചവടാർത്ഥം പോയിട്ട് പരിശുദ്ധ കഅബയുടെ സമീപത്തെത്തിയിട്ട് കഅബാലയം തവാഫ് ചെയ്യാൻ വന്നത്. അന്നുമുണ്ട് തവാഫും ആരാധനാ കർമ്മങ്ങളും രീതി ഇന്നത്തേതല്ലെങ്കിലും അവരങ്ങനെ ചെന്നുകൊണ്ട് ജാഹിലിയ്യ കാലത്തെ തവാഫ് നിർവഹിക്കുകയാണ്. ജാഹിലിയ്യ കാലത്തെ തവാഫ് എന്ന് പറയുമ്പോൾ അത് കഅബക്ക് വലം വെക്കുകയാണ് ചെയ്യുക. ഇന്ന് കഅബ നമ്മൾ ഇടം വെക്കുക ചെയ്യാം. തവാഫ് എന്തുകൊണ്ട് ഇടഭാഗത്തേക്കായി ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങളുമല്ലോ എന്ന ചോദ്യത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി മറുപടി പറയുന്നു, ഖിലാഫല്ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് എതിരാകാൻ വേണ്ടി. മുശ്രിക്കീങ്ങൾ വലം വെക്കുക ചെയ്തത് നമ്മൾ ഇടം വെക്കുക.
അങ്ങനെ മുശ്രിക്കീങ്ങളുടെ തവാഫ് അനുസരിച്ചുകൊണ്ട് അവർ കഅബ തവാഫ് ചെയ്യാൻ വന്നപ്പോ അവർ തവാഫ് ചെയ്യുന്നതിന്റെയൊക്കെ അവിടെ വെച്ചുകൊണ്ട് സെയ്ദിനെ കണ്ടു. സെയ്ദിന്റെ എന്തുകാര് സെയ്ദിനെ കണ്ടപ്പോ അത്ഭുത പരതന്ത്രനായി, സെയ്ദ് നീ എവിടെ? നിന്റെ ഉപ്പ നിന്നെ അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? നീ ഇവിടെ ഉള്ള വിവരം വീട്ടിൽ അറിയില്ലല്ലോ, നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സെയ്ദ് അവരോട് തുറന്നു പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തുണ്ട്, ഞാൻ സന്തുഷ്ടവാനാണ്. അങ്ങനെ സെയ്ദ് പറയാൻ കാരണം എന്താ? അവിടെ ഇല്ല. അപ്പോൾ അവർ അന്വേഷിച്ചു സംഭവത്തിന്റെ ഗതി എങ്ങനെയാ. വളരെ വ്യക്തമായും ആ ചരിത്രം പറയുന്നു, ഇയാളുടെ പിതാവ് ഇവിടെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഈ കുട്ടി സുഖമായി ഉക്കാദല ചന്തയിൽ എത്തിപ്പെട്ടിരുന്നു. ഉക്കാദല ചന്തയിൽ ഈ കുട്ടി എത്തിപ്പെട്ടപ്പോൾ ആ കാലഘട്ടത്തിൽ ഖദീജ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിൽ വിവാഹം നടന്നു കഴിഞ്ഞിരുന്നു എന്നാണ് പ്രബലാഭിപ്രായം. ആ വിവാഹം നടന്നു കഴിഞ്ഞ് നബി തങ്ങൾ കച്ചവടാർത്ഥം പല സ്ഥലത്തേക്കും പോകുമ്പോ ഉക്കാദല ചന്തയിൽ ഈ കുഞ്ഞിനെ കണ്ടു. ഈ വിവരം നബി തങ്ങൾ തിരിച്ചു വന്ന് ഖദീജ ബീവിയാകുന്ന തന്റെ ഭാര്യയോട് പറഞ്ഞു, ഉക്കാദല ചന്തയിൽ നല്ല മുഖശ്ശരിയുള്ള ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ നമുക്ക് കിട്ടിയാൽ ഖിദ്മത്ത് എടുക്കാമായിരുന്നു. പറഞ്ഞ മാത്രയിൽ സമ്പന്നയായ ഖദീജ ബീവി തന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ആങ്ങളുടെ മകനെ വിളിച്ചു. ഖദീജ ബീവിയുടെ ആങ്ങളുണ്ട് ഹുവൈലിദിന്റെ മകൻ ഹിഷാം. ഹുവൈലിദിന്റെ മകളാണല്ലോ ഖദീജ. ഹുവൈലിദിന്റെ മകനാണ് ഹിഷാം. ഹിഷാം ഖദീജ ബീവിയുടെ ആങ്ങളെയാ. ആങ്ങളൊക്കൊരു മകനുണ്ട് ഹക്കീം. ഹക്കീം ബിൻ ഹിഷാം ബിൻ ഹുവൈലിദ്. ഹക്കീമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹക്കീമെ നീ പോയിട്ട് ചന്തയിൽ പോയി ഇങ്ങനെ ഒരാളവിടെ ഉണ്ടത്തിലൊന്ന് അന്വേഷിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഹക്കീം അവിടെ പോയി മതിയായ വില കൊടുത്ത് ആ കുട്ടിയെ വാങ്ങിക്കൊണ്ടുവന്ന് അമ്മായിക്ക് സമ്മാനം കൊടുത്തു. അമ്മായി ആ കുഞ്ഞിനെ സ്വീകരിച്ചു. അമ്മായി ആ കുഞ്ഞിനെ നബിത്തങ്ങൾക്ക് ഖിദ്മത്ത് എടുത്താൻ ഇരുത്തി കൊടുത്തു. അങ്ങനെ നബിത്തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന കുട്ടിയായി സെയ്ദ് വന്നു. അങ്ങനെയാണ് സെയ്ദ് നബിത്തങ്ങളുടെ സമീപത്ത് എത്തിപ്പെട്ടത്. നബിത്തങ്ങളുടെ സമീപത്ത് എത്തിപ്പെട്ടതോടുകൂടി നബിത്തങ്ങൾ സെയ്ദിനെ വല്ലാതെ സ്നേഹിച്ചു. സെയ്ദ് നബിത്തങ്ങൾക്കും നബിത്തങ്ങൾ സെയ്ദിനും സ്നേഹമെന്തെന്ന് തിരിച്ചറിഞ്ഞു കൊടുത്ത് വല്ലാത്ത സ്നേഹം. 8 കൊല്ലമാണ് സുഅദയും ഹാരിത്തും ഈ കുട്ടിയെ പോറ്റിയത്. 8ാമത്തെ വയസ്സിലാണ് കുട്ടി നഷ്ടപ്പെട്ടത്. ചരിത്രകാരന്മാര് പറയുന്നു, 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രതിനിധി സംഘം ഇവിടെ ചെന്നുകൊണ്ട് മക്കത്ത് സെയ്ദിനെ കാണുന്നത്. 1 കൊല്ലമാണ് ആ കുട്ടി അപ്പോൾ നബിയുടെ സമീപത്തെ പൂർത്തിയാക്കിയത്. 1 കൊല്ലത്തെ സ്നേഹം ഈ 8 കൊല്ലത്തെ സ്നേഹത്തെ മറികടന്നു. ആ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 1 കൊല്ലം ജീവിച്ചപ്പോഴേക്കും 8 കൊല്ലം തന്നെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം അവിടെ കണ്ടു. ഹാരിത്തത്തിനോട് ഈ കുഞ്ഞിനെ മക്കത്ത് കണ്ട വിവരം ഹാരിത്തത്തിന്റെ നാട്ടിൽ നിന്ന് മക്കയിൽ വന്നുകൊണ്ട് ഈ കർമ്മം നിർവഹിച്ച ആളുകൾ തിരിച്ചു പോയിട്ട് സന്തോഷത്തോടെ പറഞ്ഞ, ഹാരിത്ത നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ കുട്ടി ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങൾ നേരെ കണ്ടു, കുട്ടിയാണെങ്കിൽ നല്ല സുരക്ഷിത കേന്ദ്രത്തിലാ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിയില്ല. ഇതങ്ങ് കേട്ടപാടെ ഹാരിത്തക്ക് വല്ലാത്ത സന്തോഷം. മതി മറന്നുപോയ അയാൾ മതി മറന്ന് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ആ മനുഷ്യൻ തുള്ളിച്ചാടാൻ കഴിയാത്ത പ്രായമായതുകൊണ്ട് അയാൾ അതിന് തുനിഞ്ഞില്ലെന്ന് മാത്രം. അയാൾ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ കഅബിനെ വിളിച്ചു. കഅബിനെയും കൂട്ടി നേരെ അയാൾ നടന്നു ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ ഹദ്റത്തിലേക്ക് അതാ പോകും. നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് അവരതാ വന്നുകൊണ്ട് നബി തങ്ങളെ മുഖം കാണിച്ചു. ചരിത്രകാരന്മാര് പറയുന്നു, ഹാരിത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരാകുന്ന നബിയെ, നിങ്ങൾ അമാനത്തുകൾ കൃത്യമായി നിർവഹിക്കുന്നവനും സൂക്ഷിപ്പ് സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കുന്നവനുമാണെന്നറിയാം. സത്യസന്ധനാണ് നിങ്ങളെന്ന് ഈ മക്ക തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്റെ അമാനത്ത് തിരിച്ചു തരണം. എന്ത് മാനദണ്ഡം നിങ്ങൾ വെച്ചാലും ഞാൻ സ്വീകരിക്കുമെന്ന് പാരിതോഷികം പറഞ്ഞാൽ ഞാൻ തരും. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഹാരിത്ത് പറഞ്ഞു, എന്റെ കുഞ്ഞ് നിങ്ങളെ കയ്യിലുണ്ട്, അമാനത്ത് അതാണ്. ആ കുഞ്ഞിന്റെ പേര് സെയ്ദ് എന്നാണ്. നബി തങ്ങൾ പറഞ്ഞു, സെയ്ദ് നിങ്ങളെ കുട്ടിയാണെങ്കിൽ കൊണ്ടുപോകുന്നതിന് തടസ്സമില്ലല്ലോ, അത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതിന് എന്തിനാണ് എനിക്ക് പാരിതോഷികം? അത് നിങ്ങളുടെ കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി സെയ്ദിനെ വിളിപ്പിച്ചു കൊണ്ടുവന്നു. സെയ്ദ് വന്നപ്പോൾ നബി തങ്ങൾ ഈ ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സെയ്ദിനോട് ചോദിച്ചു, സെയ്ദേ ഇതാരാണ്? സെയ്ദ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ ഉപ്പയാണ്, ഇതെന്റെ പിതൃവ്യനാണ്. 2 പേരെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് കുട്ടി ഐഡന്റിഫൈ ചെയ്തു. കുട്ടി 2 പേരെയും തിരിച്ചറിഞ്ഞപ്പോൾ നബി തങ്ങൾ അവരെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഇൻ ശിഅ്ത മളൈത മഅഹുമാ വഇൻ ശിഅ്ത അകംത മഈ. പൊന്നുമോനെ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ ഇവരെ കൂടെ പോയിക്കടാ. അതല്ല മോനെ, നിനക്ക് എന്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇവിടെ നിന്നോ. രണ്ടും നിന്റെ തീരുമാനമാണ്, നിന്റെ ഇഷ്ടപ്രകാരം ചെയ്യാം, നീയാണ് തീരുമാനിക്കേണ്ടത്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഓർക്കണേ, നബി തങ്ങൾ ആ സദസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ നിന്റെ ഉപ്പയുടെയും എളാപ്പയുടെയും കൂടെ പോകാമടാ. അതല്ല നിനക്ക് എന്റെ കൂടെ നിൽക്കണമെങ്കിൽ നിൽക്കാം മോനെ. ഒന്നും ആലോചിക്കാതെ, ഒരു നിമിഷം ചിന്തിക്കാതെ ആ നിമിഷം തന്നെ ആ കുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇതങ്ങ് പറഞ്ഞ മാത്രയിൽ ആരിസ് പൊട്ടിക്കരഞ്ഞു പോയി.
ആ പിതാവ് പൊട്ടിക്കരഞ്ഞു പോയി 8 കൊല്ലം പോറ്റി വളർത്തിയ കുട്ടി 1 കൊല്ലമായി കുട്ടിയെ നഷ്ടപ്പെട്ടിട്ട് 1 കൊല്ലം കൊണ്ട് ഈ കുട്ടി ഇവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറയണമെങ്കിൽ എന്താണിത്? നീ എന്താണടാ, അടിമത്തമാണോ ആഗ്രഹിക്കുന്നത്? ഞാൻ നിന്റെ ഉപ്പയല്ലേ, ഉപ്പ തന്ന സ്നേഹം നീ മറന്ന മോനെ, ഉമ്മ നിനക്ക് തന്ന സ്നേഹം നീ എന്തുകൊണ്ട് മറക്കേ? ആ കുഞ്ഞ് തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് പറഞ്ഞു, പിതാവേ, നിങ്ങൾ തന്ന സ്നേഹം എനിക്ക് മറക്കാൻ കഴിയില്ല, ഉമ്മ തന്ന സ്നേഹവും എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള അടിമയല്ല ഇവിടെ. ഈ നിൽക്കുന്ന പ്രവാചകർ എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയാണ്. ഒരു ഉപ്പയും ഉമ്മയും ഒരു കുട്ടിക്ക് എന്തൊക്കെ സ്നേഹം കൊടുക്കുന്നുവോ ആ സ്നേഹം മുഴുവൻ ഈ നബിത്തങ്ങൾ എനിക്ക് വാരിക്കോരി തന്നു. എനിക്ക് നിങ്ങളെ കൂടെ പോരാൻ താല്പര്യമില്ല, നിങ്ങൾ തന്ന സ്നേഹം മറന്നിട്ടല്ല, നിങ്ങളോട് നന്ദി കേട് ചെയ്യാനല്ല, പക്ഷേ ഈ സ്നേഹം ഇട്ടേച്ചുകൊണ്ട് പോകാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ്. ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ സ്നേഹം എനിക്ക് ഇട്ടേച്ചു പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി കണ്ണുനീരൊലിപ്പിച്ച രംഗമെന്ന് നോക്ക് നിങ്ങൾ. സ്വന്തം കുഞ്ഞിനെ വഴിക്കുപേക്ഷിക്കുന്നവർ, സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിക്കുന്നവർ, കുട്ടികളോട് സ്നേഹം കാണിക്കാത്തവർ, ഈ ചരിത്രം പഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ ഒന്ന് തിരിച്ചറിഞ്ഞു നോക്ക്. ഈ കുട്ടി പറഞ്ഞ വാചകം, ഈ കുട്ടിക്ക് സ്വന്തം പിതാവിനോട് സ്നേഹമുണ്ട്, ഉമ്മയോട് സ്നേഹമുണ്ട്. വീട്ടിൽ നിന്ന് ആട്ടിയകറ്റിയവനല്ല, പക്ഷേ വീട്ടിൽ നിന്ന് അബദ്ധവശാൽ കൊള്ളക്കാരുടെ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് നബി തങ്ങളുടെ ഹദറത്തിൽ വന്ന കുട്ടിയാണെങ്കിലും 1 കൊല്ലക്കാലം കൊണ്ട് തങ്ങൾ ആ കുഞ്ഞിന് കൊടുത്ത സ്നേഹം ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് അങ്ങ് കയറിയപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, ഇതെന്റെ ഉപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ്. അതാണ് മൗലിദിന്റെ കിതാബിലൊക്കെ മറിച്ചു വെച്ച് നമ്മൾ എപ്പോഴും ഓതും, അന്ത ഉമ്മുന്നം അബു മാറഅയ്നാ ഫീഹിമാ മിഥല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വലൻ നബി. നോക്ക് നിങ്ങൾ, ഈ കൊച്ചു കുഞ്ഞിനോട് നബി തങ്ങൾ കാണിച്ച സ്നേഹത്തിന്റെ മകുടമായ ഉദാഹരണം അത് പഠിക്കണം, തലമുറ സമൂഹത്തിന് പകർത്തി കൊടുക്കണം. അതിന് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണമെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ വേണ്ടിവരും. കാലഘട്ടം ആഗ്രഹിക്കുന്ന ഈ സ്നേഹം നോക്ക് നിങ്ങൾ. കോട്ടക്കലടുത്തൊരു ചെറുപ്പക്കാരൻ സ്വന്തം പിതാവിനെ കുത്തി കൊന്നു. എന്താ വിഷയം? പത്രത്തിന്റെ 1-ാം പേജിൽ വന്ന് എല്ലാവരും കണ്ടു. ഒരു 6 മാസമായിട്ടേ ഉള്ളൂ. പത്രത്തിന്റെ 1-ാം പേജിൽ വാർത്തയുണ്ടായിരുന്ന വിഷയം എന്താ? ഭൂമി വിറ്റതിന്റെ കമ്മീഷൻ ബാപ്പ മകന് കൊടുത്തില്ല. 2 പേരും ഭൂമി കച്ചവടക്കാരാ. മകൻ ഇടപെട്ടൊരു ഭൂമി പെട്ടെന്ന് കച്ചവടമായപ്പോ ബാപ്പ വിറ്റതിന്റെ കമ്മീഷൻ മകന് കിട്ടണമെന്ന അവന്റെ വാദം. ഉറങ്ങിക്കിടക്കുന്ന ബാപ്പയെ വിളിച്ചുണർത്തി നോട്ടുകെട്ടുകൾക്ക് വേണ്ടി കുത്തിക്കൊന്ന ആശുപത്രിയിലേക്ക് പോലും എത്താതെ ആ പിതാവ് സ്വന്തം മകൻ കുത്തിയ കുത്തുകൊണ്ട് പടഞ്ഞു മരിച്ചു. ഓർത്തു നോക്ക് നിങ്ങൾ. ആരാണ് പിതാവെന്നറിയില്ല, ആരാണ് ഉമ്മയെന്നറിയില്ല. ഒരു സമൂഹത്തിന്റെ വളർച്ചയുടെ അവസ്ഥ. നോട്ടുകെട്ടുകളുടെ വില പോലും സ്വന്തം പിതാവിന് കൽപ്പിക്കാത്തൊരു സമൂഹം ജീവിക്കുന്ന കാലത്ത് കുഞ്ഞുങ്ങൾക്കും തിരിച്ചങ്ങോട്ടും സ്നേഹം കൊടുത്ത ചരിത്രം പഠിക്കണം നമ്മൾ. ആ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഫാത്തിമാ ബീവിയെ സ്നേഹിച്ചുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഫാത്തിമാ ബീവി തിരിച്ചു കാണിച്ചു. എങ്ങനെയാണ് നബി തങ്ങളെ സ്നേഹിക്കേണ്ടതെന്ന്, ഒരു പിതാവിനെ സ്നേഹിക്കേണ്ടതെന്ന്. എത്ര മനോഹരമായിട്ടാണ് ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ശരിക്കും കാണുന്നത്. ഈ ബന്ധങ്ങൾ ശരിക്കും നിലനിർത്താൻ പോലും നമുക്കിന്ന് കഴിയുന്നില്ലല്ലോ. മാനവീയമായ ബന്ധങ്ങൾ പോലും നിലനിർത്താൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ തിരുദൂതർ ഈ സമൂഹത്തോട് ചോദിച്ച ചോദ്യമുണ്ട്. ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണത്. നമുക്കിന്ന് എല്ലാ രോഗങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും വന്ന് തലക്ക് പിടിക്കുന്ന എന്തുകൊണ്ടാ? ഇന്ന് രോഗങ്ങൾ വളരെ കൂടുതലാണല്ലോ. രോഗങ്ങളും അതുപോലെ തന്നെ അപകടങ്ങളും ഒക്കെ വളരെ കൂടുതൽ. എന്താ കാരണം? അടിസ്ഥാനപരമായി ഇതിന്റെ തത്വം ഡോക്ടർമാരൊക്കെ പറയുന്നത് ടെൻഷനാണെന്ന്. മനുഷ്യന്റെ മനസ്സിലെ ടെൻഷൻ. നമ്മളെല്ലാവരും അതിനടിമകളാണ്. ആ ടെൻഷൻ കൊണ്ട് മനുഷ്യന്റെ മനസ്സ് മതിച്ചിട്ട് പിരിമുറുക്കം കൊണ്ട് എന്തൊക്കെ രോഗമാ വരുന്നതെന്നറിയോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് തങ്ങളെ സമൂഹത്തോട് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം, നല്ല സന്തോഷകരമായൊരു ജീവിതം, എത്രത്തോളം ആയുസ് നിങ്ങൾക്ക് വർദ്ധിക്കണോ, വിഭവങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കണോ? പലതരത്തിലെ ഹദീസിന്റെ ആമുഖണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായി പറഞ്ഞ ഹദീസിൽ എല്ലാ ഹദീസിലും പറഞ്ഞ ഒറ്റ വാചകം എന്താ? നല്ല സുഖസമൃദ്ധമായൊരു ജീവിതം നിങ്ങൾക്ക് വേണോ? ഫല്യസിൽ റഹിമഹു, കുടുംബ ബന്ധം ചേർത്തി നിർത്തട്ടെ, കൗടുംബിക ബന്ധം ചേർത്തി നിർത്തട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൗടുംബിക ബന്ധം ചേർത്തി നിർത്തട്ടെ എന്നാ പറഞ്ഞത്. കൗടുംബിക ബന്ധം ചേർത്തി നിർത്തട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? കുടുംബ ബന്ധം ചേർത്തി നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാപണ്ഡിതന്മാരെഴുതി, നമ്മുടെ കുടുംബത്തോട് നമ്മൾ ചെയ്യേണ്ട ആ ബന്ധം ചേർക്കുക എന്നതിന്റെ അടിത്തറ വൽ യുഹ്സിൻ ഇലൈഹിം. നമ്മുടെ കുടുംബക്കാർക്കൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഗുണം ചെയ്തു കൊടുക്കുക. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ബന്ധുത്വത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരം ചെയ്യുക. അതിന്റെ താഴ്ന്ന പടി എന്ന് പറഞ്ഞാൽ എത്രത്തോളം? അതിന്റെ ഏറ്റവും മൈന്യൂട്ട് പോയിന്റ് പറഞ്ഞു, വളരെ ചെറിയ പോയിന്റ് എന്താ പറഞ്ഞത്? ഹത്താ ബി സിയാറത്തി, ഒരു സന്ദർശനമെങ്കിലും നടത്തുക, ഒന്ന് സന്ദർശിക്കെങ്കിലും ചെയ്യുക. നമ്മളെ ബന്ധപ്പെട്ട കുടുംബങ്ങളിൽ ഒന്ന് സന്ദർശിക്കാം. അപ്പൊ കലാമിൽ ബുദ്ധി, ഒരു നല്ല വാക്കെങ്കിലും പറയാം.
ഇതിന് രണ്ടിനും ഇന്ന് നമ്മൾ തയ്യാറുണ്ടോ? ഏറ്റവും ചുരുങ്ങിയ പദമെങ്കിലും നമ്മൾ നമ്മുടെ ബന്ധു വീട്ടിൽ ഒഴിവ് ദിവസം ഒന്ന് സന്ദർശിക്കാൻ പോകുന്നുണ്ടോ? നമുക്ക് താല്പര്യമുണ്ടോ? നമ്മുടെ ബന്ധുക്കളോടോ നമ്മളെ വേണ്ടപ്പെട്ടവരോടോ ഒരു നല്ല വാക്ക് പറയാൻ നമുക്ക് സമയമുണ്ടോ? അതൊക്കെ നമ്മൾ നിർത്തിയില്ലേ? ആ ബന്ധങ്ങളും അതുപോലെ തന്നെ കൗടുംബിക ബന്ധത്തിന്റെ പവിത്രത നമുക്ക് തകർത്തില്ലേ? നേരെ മറിച്ച് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ലോണം. ഈ ഇരിക്കുന്ന മക്കളുടെ കയ്യിലൊക്കെ ഉണ്ടാവും, നല്ല ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവും, അതിന് വേണമെങ്കിൽ നെറ്റ് കണക്ഷൻ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് അവരെല്ലാവരോടും ചാറ്റ് ചെയ്യുന്നുണ്ടാവും. ഫേസ്ബുക്കിലും മറ്റും ഒരുപാട് കൂട്ടുകാരുണ്ടാവും. ഒരു വലിയ തെമ്മാടി പട തന്നെ അവന്റെ കൈവശമുള്ള ആ പാം ടോപ്പ് കമ്പ്യൂട്ടർ പോലത്തെ നല്ല ഫോണിലുണ്ടാവും. രാത്രി വീട്ടിൽ നിന്ന് കൊണ്ട് ഉറക്കൊഴിച്ചുകൊണ്ട് അവൻ കമ്പ്യൂട്ടറിലൂടെ ചാറ്റ് ചെയ്യുന്ന ഒരുപാട് തെമ്മാടി പടകളുമായി നല്ലവരുണ്ടാവും. ഇപ്പൊ ഇവിടെ ഇത് കേൾപ്പിക്കുന്ന ക്ലാസ് റൂം പോലത്തെ നെറ്റ് സംവിധാനം കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് ജനങ്ങൾക്ക്. അതിനെ മറികടക്കുന്ന രീതിയിൽ അതിന്റെ തമ്മാടിത്വമുണ്ട് ലോകത്ത്. എല്ലാ വൃത്തികേടുകളും കണ്ട് രാവ് പകലാക്കി കുടുംബ ബന്ധം പോലും തകർക്കുന്ന ഈ സംവിധാനത്തെക്കുറിച്ച് അമേരിക്ക പോലും ഗൗരവത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഫേസ്ബുക്കും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയകളുമൊക്കെ നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ പുതിയ കൂട്ടുകാരെയും കൂട്ടുകാരികളെയും കണ്ടെത്തുമ്പോൾ സ്വന്തം കുടുംബത്തെ മറക്കുകയും അവരിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിന്റെ പിരിമുറുക്കം യന്ത്രത്തിന്റെ മുമ്പിൽ നിന്നാ തീരൂല. യാന്ത്രികമായ കൂട്ടുകെട്ട് കൊണ്ടൊരിക്കലും മനുഷ്യന്റെ മനസ്സിന്റെ പിരിമുറുക്കത്തിന് അയവുണ്ടാവില്ല. അത് പഠിച്ചിട്ട് പെരുമാറണം നമ്മള്. ലോകത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനുഷിക ബന്ധങ്ങളുടെ ഉദാത്തമായ നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെ പറഞ്ഞോ? ആ മാർഗരേഖകളെ കുറിച്ച് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ലോകത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ പുറകിലാകും, ലോകം മുന്നോട്ട് പോകും. ഇസ്ലാമിന്റെ പ്രവാചകർ പഠിപ്പിച്ച തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തെ ജയിച്ചടക്കാൻ നോക്ക്. ലോകം മുഴുവൻ ഇന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ ഹദീസുകളെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചിന്തകന്മാരും ബുദ്ധിജീവികളും ഒക്കെ അതേക്കുറിച്ച് ഗവേഷണം നടത്തുകയാണ്. അത് നമ്മുടെ സമൂഹത്തിന് അത് മാന്യമായ രീതിയിൽ പകർന്നു കൊടുക്കാൻ കെൽപ്പുള്ള ഒരു തലമുറയെ നമ്മൾ വളർത്തണ്ടേ? അങ്ങനത്തെ ഒരു തലമുറയെ ചുമതലാബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണ്ടേ? അങ്ങനത്തെ ഒരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ ദീനിയായി തന്റെ കുട്ടി പഠിക്കണ്ടേ? ഒന്നും വേണ്ട, ഒരു കുട്ടി നല്ല മതപരമായി പഠിച്ചാൽ അത്ര. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ വളാഞ്ചേരി മർക്കസിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയപ്പോ അവിടെയുള്ള വഫിയ കോഴ്സിന് പഠിക്കുന്ന ഒരു ദീനി സ്ഥാപനത്തിന്റെ കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്താം. സ്ത്രീകളൊക്കെ ശരിക്കും മനസ്സിലായിക്കോ. വഫിയ കോഴ്സിന് പഠിക്കുന്ന കുറച്ച് പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ അവിടുന്ന് പഠിച്ച് പുറത്തു പോയ കുറച്ച് കുട്ടികളുടെ ഒരു സംഗമം അവിടെ ഒരു വാർഷികത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. പഠിച്ച് പുറത്തുപോയ കുട്ടികളുടെ ഒരു സംഗമം. ആ സംഗമത്തിൽ ഈ കുട്ടികൾ ചർച്ച ചെയ്ത പല വിഷയങ്ങളുടെ കൂട്ടത്തിൽ അവിടെ പഠിപ്പിക്കുന്ന ഒരു ഗുരുവര്യനുണ്ട്. നമ്മുടെ സുഹൃത്ത് എം കെ കുടശ്ശേരി, ഇവർക്കൊക്കെ അറിയാം, കുട്ടിയസന്താനിമൊക്കെ അറിയാവുന്ന ആൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, അതിൽപ്പെട്ട ഒരു കുട്ടി പറഞ്ഞ ഒരു വിഷയം, ആ പെൺകുട്ടി ആദ്യിക്കാൻ വന്ന് ഒരു വർഷം പഠനം പൂർത്തിയാക്കി രണ്ടാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ കുട്ടി വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിൽ പ്രായമായ ഉമ്മയുണ്ട്, വല്യമ്മയുണ്ട്, കുട്ടിയുടെ ഉമ്മയുണ്ട്. അവരൊക്കെ കാണുക ഈ കുട്ടി നിസ്കാരത്തിന് ഇമാമത്തിന് നേതൃത്വം കൊടുക്കും. കുട്ടി ശരിക്കും ദ്വാരക്കും, കുട്ടി ശരിക്കും മൗലിദ് പാരായണം ചെയ്യും. അങ്ങനെ വിശുദ്ധ റബീഉൽ അവ്വലൊക്കെ ഈ കുട്ടി തന്നെ അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പോ മൗലിദ് കിതാബ് എടുത്തു വെച്ചുകൊണ്ട് ഓതിയിട്ട് ഹദീസൊക്കെ പാരായണം ചെയ്തിട്ട് പിന്നെ ദ്വാരക്കും ഒറ്റക്ക് വീട്ടിന്റെ ഉള്ളിരുന്നിട്ട്. ഈ കോളേജിൽ നിന്ന് കിട്ടിയൊരു ശിക്ഷണമാണ്. ഇങ്ങനെ ഈ കുട്ടി മൗലിദ് ഓതിയിട്ട് ദുആ ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോ, നിസ്കരിച്ച് ദുആ ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോ, യാസീൻ മരണപ്പെട്ടവർക്കൊക്കെ ദ്വാരക്കാൻ ഈ കുട്ടി പഠിച്ചത് കണ്ടപ്പോ ഈ കുട്ടിയുടെ വല്യമ്മ, പ്രായമായ വല്യമ്മ ഈ കുട്ടിയെ കണ്ണ് നനച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു പത്ര, മോളെ ഇനി എനിക്ക് മരിക്കാൻ പേടില്ലടി. ഒരു വാക്ക, ഇനി എനിക്ക് മരിക്കാൻ പേടിയില്ല എന്ന് വല്യമ്മ തന്റെ പേരക്കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? കുട്ടി ഇങ്ങനെ മുഖത്തേക്ക് നോക്കി ഇമ്മക്ക് മരിക്കാൻ പേടില്ല എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയോട് വല്യമ്മ പറഞ്ഞ, മോളെ ഞാൻ മരിച്ചാൽ നീ ഇപ്പൊ ദ്വാരക്കുന്നത് പോലെ നീ ദ്വാരന്നാൽ എന്റെ കബർക്ക് എന്റെ കൂലി എത്തൂലേ, അത് പോരടി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ കണ്ണീർ പൊടിച്ച രംഗം ആ കുഞ്ഞ് ആ സദസ്സിൽ വന്നുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി വിശദീകരിച്ച രംഗം കേട്ടപ്പോ അവിടെ ഇരിക്കുന്നവരോട് കോരിത്തെരിച്ചു പോയി എന്ന് പറയും. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ഒരു മയ്യത്തിന് കബറിൽ കിട്ടുന്ന സുഹൃത്തത്തെ കുറിച്ച് ഓർമ്മ വന്നപ്പോ നമുക്കൊക്കെ മരിക്കണ്ടേ? മരിച്ച് കബറിലേക്ക് പോകണ്ടേ? മൽ മയ്യത്തു ഫീ ഖബരിഹി ഇല്ലാ കൽ വരീഖിൽ മുഅവ്വിസ്. ഏത് മയ്യത്തും കബറിലേക്ക് ചെന്നാൽ മുങ്ങിത്താഴുന്നവനെ പോലെയാണ്. യന്തദിറു ദഅവതൻ തൽഹഖുഹു മിൻ അബിൻ ഔ അഖിൻ ഔ സദീഖിൻ ലഹു. ആ മയ്യത്ത് കബറിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ മണ്ണിട്ട് മൂടി, കല്ല് വെച്ച് പ്രത്യേകം മണ്ണ് കൊണ്ട് അടച്ചു പൂട്ടിയിട്ട് ഒരു തുള്ളി വെള്ളമോ കാറ്റോ കടക്കാതെ അടച്ചിട്ട് പിന്നെ മണ്ണിട്ട് ആ മണ്ണ് അതിന്റെ മുകളിൽ നല്ലവണ്ണം മനോഹരമായി ഭദ്രമാക്കി
രണ്ട് കല്ലപ്പുറവും ഇപ്പുറവും കുത്തി ചെടി കുത്തി വെള്ളം പാർന്ന് ദുആ ചെയ്ത് പിരിഞ്ഞു പോയാൽ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ഗതി എന്താണെന്നറിയുമോ? ഒരു കടലിൽ വീണവനെ പോലെയാണ്. നിലയില്ലാത്ത വെള്ളത്തിൽ കാലടിയിൽ തട്ടുകയില്ല, എന്നേറ്റ് വരാനും വയ്യ. നിലയില്ലാത്ത വെള്ളത്തിൽ കിടന്ന് പടയുന്ന ഒരു മനുഷ്യന് ഒരീഖ്. മാത്രമല്ല അതിനിങ്ങനെ മുഅവ്വിസാണ്, മുങ്ങിത്താഴുകയാണ്, ഒരു സഹായത്തിന് വേണ്ടി ആർക്കുകയാണ് അവൻ. അങ്ങനത്തെ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരിക്കൽ വീണുണ്ട് ആ മനുഷ്യനിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് പിടയുകയാണ്. ഒരു കയറിട്ട് കൊടുത്താൽ എന്തൊരു സന്തോഷമാണ് ചാടിപ്പിടിക്കാൻ, ഒരു കൈ നീട്ടിക്കൊടുത്താൽ എന്തൊരു ആനന്ദമാണ് ചാടിപ്പിടിക്കാൻ, ഒരു സഹായം വന്നാൽ അവൻ എന്ത് ആശ്വാസമാണ്. അതാണ് ആ മനുഷ്യൻ. തന്റെ ബാപ്പയോ തന്റെ കൂട്ടുകാരനോ അതല്ലെങ്കിൽ തനിക്ക് ആരെങ്കിലും ഒരാളോ തന്റെ ആരെങ്കിലും ഒരാൾ തനിക്ക് വേണ്ടി ഒരു ദുആ ഇങ്ങോട്ട് തരുന്നുണ്ടോന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കരഞ്ഞിട്ട്. ആ ദുആ അവന് കിട്ടുന്നുണ്ടോ എന്ന് ഇവനിങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോ ഫൈദാ ലഹിഖതുഹു ദുആ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ ഓർക്കണം, പ്രായമായവർ പ്രത്യേകിച്ചും. ഫൈദാ ലഹിഖതുഹു ദുആ. ആ മയ്യത്തിലേക്ക് ഒരു ദുആ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ കാന അഹബ്ബ ഇലൈഹി മിനദ് ദുനിയാ വമാ ഫീഹാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവിലുള്ള സകലതും കിട്ടിയാൽ പോലും അവിടുക്കെത്തൂല. ആ മനുഷ്യൻ ആ സന്ദർഭത്തിൽ ദുനിയാവ് മുഴുവൻ വാരി കോരി കിട്ടിയാലും ശരി അവിടുക്കെത്തൂല. എന്താ കാരണം? അത്രമാത്രം ആ മനുഷ്യന് സന്തോഷ നിർഭരമായ രംഗമായിരിക്കും ഒരു പ്രാർത്ഥന ഖബർക്കിന് വന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഹാഫിളാക്കിയ ഒരു കുട്ടി, നിങ്ങൾ പണ്ഡിതനാക്കിയ ഒരു കുട്ടി, നിങ്ങൾ ഈ സ്ഥാപനത്തിൽ പഠിപ്പിച്ചുകൊണ്ട് 2 വിദ്യയും കൊടുത്തൊരു കുട്ടി, ആ കുട്ടിക്ക് ശരിക്ക് ഇസ്ലാമിന്റെ ഷിആറ് കൊണ്ട് നടന്നുകൊണ്ട് ദീനി ദഅവത്ത് നിർവഹിക്കുമ്പോ 5 വക്തിലും നിങ്ങൾക്ക് ദ്വാരക്കാൻ പറ്റും. 5 വക്തിലും ഒന്നും വേണ്ട. ഈ കുട്ടി എവിടെയെങ്കിലും ഒരു ദീനി ഖിദ്മത്ത് ചെയ്യുമ്പോൾ വലിമൻ ആനന അലി തഅല്ലുമി വത്തഅലീം മതി. പഠിച്ചോനെ എന്നെ പഠിക്കാനും പഠിപ്പിക്കാൻ സഹായിച്ചവർക്കും നീ എന്ത് അനുഗ്രഹം കൊടുക്കണേന്നോ എന്താണ് ഈ കുട്ടി പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥന അവർക്ക് കിട്ടും. ഇതിന് സഹായിക്കുന്ന, ഇത്തരമൊരു ദീനി ഖിദ്മത്ത് ചെയ്യുന്ന സ്ഥാപനത്തിന് സഹായിക്കുന്ന ഒരു രക്ഷിതാവിന്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു കുട്ടി പോലും ഇവിടെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ കുട്ടികൾക്ക് വല്ല സഹായം ചെയ്താൽ അവർ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. എന്നും സ്ഥാപനത്തിൽ പ്രാർത്ഥനകൾ ഉണ്ടാവുമല്ലോ. ഈ പ്രാർത്ഥന ഖബറിൽ കിടക്കുമ്പോഴേ നമുക്കതിന്റെ വലുപ്പം മനസ്സിലാവും. ഇപ്പൊ നമുക്കൊരു പക്ഷെ അതിന്റെ ഗൗരവം മനസ്സിലാവില്ല. കാരണം നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ നടക്കില്ലേ. നമ്മളിങ്ങനെ അന്തസ്സായി നടക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടെന്താണെന്ന് അറിയില്ലല്ലോ. നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഖബറിലേക്ക് ഒരു നീരൊഴുക്ക് പോലെ വരുന്ന ഇവരുടെ ദുആകൾ, ഇതിനു വേണ്ടി ലക്ഷങ്ങൾ കൊടുത്തവർക്ക് ആ സമയത്ത് ഇനിയും കൊടുക്കാമായിരുന്നു എന്നൊരു തോന്നലുണ്ടാക്കും. തീർച്ചയായിട്ടും ഒരു തോന്നലുണ്ടാക്കും. ഇപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം കൂടുതലായി പോയെന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ഖബറിൽ കിടക്കുന്ന സമയത്ത് പഠിച്ചവനെ കൊടുത്തത് മതിയായില്ലല്ലോ, തമ്പുരാനെ എനിക്ക് പിന്നെയും കൊടുക്കാമായിരുന്നല്ലോ എന്നൊരു തോന്നൽ മനുഷ്യന്റെ മനസ്സിൽ വരുമെന്താ കാരണം? നമ്മൾ എത്ര അധ്വാനിച്ച് സമ്പാദിച്ച് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളോട് തുറന്ന് പറഞ്ഞില്ലേ, വബ്തഗി ഫീമാ അതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. ദുന്യാവിൽ നമ്മൾ കൊണ്ടുപോകുന്ന പങ്ക് നമ്മൾ മറക്കണ്ട. നമ്മൾ എത്ര സമ്പാദിച്ചാലും സമ്പാദിക്കാൻ ഇസ്ലാം നമുക്ക് നല്ല അവസരം തന്നു, എത്രയും സമ്പാദിക്കണം എന്നും പറഞ്ഞു. നമ്മൾ ബത്താനായിരിക്കാൻ പാടില്ല, നിഷ്ക്രിയനായിരിക്കാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സമ്പാദ്യം ഉണ്ടാക്കണം. കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കാനാണ് ദീനിന്റെ ഉത്ബോധനം. പക്ഷെ ആ സമ്പാദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചാലും കൊണ്ടുപോകുന്ന എന്താണെന്നൊരു തിരിച്ചറിവ് വേണ്ടേ? അതാണ് പറഞ്ഞത് വബ്തഗി ഫീമാ അതാകല്ലാഹു ദാറൽ ആഖിറ. അള്ളാഹു നിനക്ക് തന്നിട്ടുള്ളത് എന്താണോ അതിൽ നീ പരലോകത്തെ കൊതിക്കണം. ചിലപ്പോൾ നമുക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ടാവും, ചില സന്ദർഭത്തിൽ നമുക്ക് നല്ല പണം തന്നിട്ടുണ്ടാവും, ചില സന്ദർഭത്തിൽ നമുക്ക് അതുപോലെ എന്തെങ്കിലും പുണ്യപ്പെട്ട പലതും തന്നിട്ടുണ്ടാവും. എന്താണോ നമുക്ക് തന്നിട്ടുള്ളത് ആ തന്നിട്ടുള്ളതിൽ നമ്മൾ പരലോകത്തെ കാക്ഷിക്കുക. പരലോകത്ത് നമുക്കതുകൊണ്ട് ഗുണം കിട്ടണം. അതിനു വേണ്ടി നമ്മളിപ്പോ ഈ സ്ഥാപനത്തിന് വേണ്ടി ശരീരം കൊണ്ട് അധ്വാനിക്കാൻ പറ്റുന്ന പല ആൾക്കാരുണ്ടാവും. സ്ഥാപനത്തിന് വേണ്ടി പണം കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടെങ്കിലും ഇതിനെ സഹായിക്കാൻ പറ്റിയ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഉമ്മമാരൊക്കെ നിസ്കാരപ്പായിലിരുന്ന് കൊണ്ട് സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ ഒന്ന് ദ്വാരം നിർത്താൻ മതി, പഠിച്ചോനെ സ്ഥാപനത്തെ ഉയർത്തണേ. ഏത് മനസ്സിന്റെ പ്രാർത്ഥനയാണ് പഠിച്ചറപ്പ് സ്വീകരിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ? ആ നിഷ്കളങ്കമായ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ സ്ഥാപനം ഉയരുന്നുവെങ്കിൽ ഈ സ്ഥാപനത്തിലെ കുട്ടികളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതല്ലേ പ്രധാനം. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ വളർച്ചയിൽ ഇത്തരം സ്ഥാപനങ്ങളല്ലേ പങ്കുവഹിച്ചത്? ഒന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ. ഈ ഇൽമും ഇൽമിന്റെ പ്രസരണ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ കേരളം ഇന്ന് എവിടെയാ നിൽക്കുക? ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തെ പോലെ സംസ്ഥാനം വേറെ ഉണ്ടോ?
നമ്മളിവിടെ മുസ്ലിങ്ങൾ എത്രയാ, പുറത്ത് മുസ്ലിങ്ങൾ എത്രയാ? പഠിച്ചു നോക്ക് നിങ്ങൾ. ഒരു 65 ലക്ഷം മുസ്ലിങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ കേരളത്തിൽ. ഈ 65 ലക്ഷത്തേക്കാൾ 2 കോടിയും 2.5 കോടിയും മുസ്ലിങ്ങളുടെ സംസ്ഥാനമുണ്ടല്ലോ ഇന്ത്യയിൽ. ഉത്തർപ്രദേശിലെ 2 കോടിയിലധികം മുസ്ലിങ്ങൾ, നമ്മൾ 65 ലക്ഷം. എന്താ വ്യത്യാസം? പക്ഷെ നമ്മൾ അവരെക്കാൾ ജ്വലിച്ചു നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അവരൊക്കെ മറികടന്നിട്ട് നമ്മൾ നിൽക്കുന്നില്ല. എന്താ അതിന്റെ കാരണം? അവരെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഉലമാ ശരിക്കും നമ്മളെ നയിച്ചുകൊണ്ട് ദീൻ എന്താ നമ്മൾ ശരിക്കും പഠിപ്പിച്ചു. ഓരോ ഗ്രാമപ്രദേശത്തും ദീൻ പഠിച്ച കുട്ടികളുണ്ട്, ദീൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മദ്രസകളിലൊക്കെ ദീൻ പഠിക്കാൻ ഇനി യോഗ്യരായ ആൾക്കാർ വേണ്ടേ? നമ്മുടെ പള്ളി ദർസുകൾക്കും മഹല്ലത്തുകൾക്കും നേതൃത്വം കൊടുക്കാൻ പണ്ഡിതന്മാർ വേണ്ടേ? വലിയ വലിയ ദർസുകളൊക്കെ അസ്തമിച്ചു പോയില്ലേ? മാത്രമല്ല, ദർസിൽ ഭൗതിക പഠനം ലഭ്യമല്ലായക കൊണ്ട് പലപ്പോഴും കുട്ടികൾ ദർസിന്ന് പുറകോട്ടാ. പക്ഷെ ഇങ്ങനത്തെ സ്ഥാപനത്തിൽ ഒരു കുട്ടി പഠിക്കുമ്പോൾ 2 വിദ്യയും ഒരുമിച്ച് പഠിക്കാൻ കഴിയുന്നു മാത്രമല്ല, അവരുടെ എല്ലാ കഴിവുകളും പ്രോത്സാഹിപ്പിക്കാനും കൂട്ടായ പ്രവർത്തനങ്ങൾക്കും അവസരമുണ്ടാകുന്നു. ആ രീതിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടായി. കുറച്ചു കാലം നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ സൗജന്യമായിട്ടാണല്ലോ പഠിപ്പിക്കുന്നത്. അതുകൂടി ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു സാമ്പത്തിക ശേഷിയും ഇല്ലാത്ത ആൾക്ക് പോലും തന്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് ചെന്നാക്കി സ്ഥാപനത്തെ സ്നേഹിച്ചുകൊണ്ട് ഇതിന്റെ യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത് ഇതിന്റെ ഗുണകാംക്ഷ മനോഭാവത്തോടെ മുന്നോട്ട് പോയാൽ തന്റെ കുട്ടിയെ ശരിക്കും നല്ല ഒരു പണ്ഡിതൻ സമൂഹത്തിന് സമർപ്പിക്കാൻ അയാൾക്ക് കഴിയുന്നു. അങ്ങനെ ഒരു പണ്ഡിതനാക്കി തന്റെ കുട്ടിയെ സമർപ്പിക്കാൻ ഒരാൾക്ക് കഴിയുക എന്നാൽ അതിനേക്കാൾ പുണ്യം എന്താ ഒരാൾക്ക് ജീവിതത്തില്? ആ പുണ്യപ്പെട്ട പ്രവർത്തനത്തിന് കളമൊരുക്കിയ ആളുകൾ തീർച്ചയായും നാളെ പരലോകത്ത് നമുക്ക് ഈ കുട്ടികൾ ചെയ്തു തരുന്ന ഗുണം അതെന്താണോ അത് ആസ്വദിക്കുമ്പോൾ അവരോട് നമുക്ക് നന്ദി തോന്നും. അതല്ലേ ഇത്തരം സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? മാത്രമല്ല, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, നമുക്ക് ദഅവത്തിന്റെ ഉത്തരവാദിത്തമില്ലേ? ഞാനടക്കമുള്ള നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹു സംഘവും കടൽ കടന്ന് നിർവഹിച്ച ദൗത്യം, ലോകത്തെ വലിയ വലിയ ആലിമീങ്ങൾ നിർവഹിച്ച ദൗത്യം, നമ്മൾ ഈ സമൂഹത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്താ ചെയ്തത്? നമ്മൾ ഈ പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്തു? ആ ഒരു ചോദ്യം നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണ്ടേ? നാളെ പടച്ച റബ്ബ് അവന്റെ കോടതിയാകുന്ന മഅ്ശറ വൻസഭയിൽ നമ്മളിങ്ങനെ നിർത്തിയിട്ട് ചോദിക്കൂലേ, നിന്റെ ആയുസ് നീ എന്തിനാ വിനിയോഗിച്ചത്? നിന്റെ അറിവ് നീ എന്തിനാ ചെലവഴിച്ചത്? ഇതൊക്കെ ചോദിക്കുന്നത് എന്തിന്റെ പേരില? നമ്മൾ അതുകൊണ്ട് നിസ്കരിച്ചോ നോമ്പ് നോറ്റു എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? ഒരിക്കലുമില്ല. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ അനുബന്ധ പ്രവർത്തനങ്ങൾ അതൊക്കെ പടച്ച റബ്ബിന് നമ്മൾ കൃത്യമായി ചെയ്തു കൊടുക്കേണ്ടതാ. അത് ചെയ്തു കൊടുക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതേസമയത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത്, ആ ദഅവ നിർവഹണം, ആളുകൾക്ക് ദീനെത്തിച്ചു കൊടുക്കുക എന്ന വലിയ എന്നിൽ നിന്നൊരു സന്ദേശമെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധ പ്രവാചകർ നമ്മെ ഓരോരുത്തരെയും ഗൗരവം ചുമതലപ്പെടുത്തിയിട്ടില്ലേ? ഫല്യുബല്ലി ഷാഹിദുൽ ഗായിബ് എന്ന് പറഞ്ഞുകൊണ്ട് അറഫ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് ജബലുർ റഹ്മയുടെ താഴ്വാരത്ത് ഒരു മലഞ്ചെരുവിൽ ഒരു ചെറിയ പാറക്കെട്ടിന്റെ മുകളിൽ കയറിന്നുകൊണ്ട് നബി തങ്ങൾ ചെയ്ത പ്രസംഗത്തിന്റെ അന്ത്യഭാഗത്തില്ലേ, നിങ്ങൾ ഈ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന ശക്തമായ ഉത്ബോധനം